عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. رب اشرح لي صدري ويسر لي أمري വഹുലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാനിൻ്റെ മൂന്നാമത്തെ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിച്ചു. നാം ചെയ്ത ഓരോ കർമ്മങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. രോഗം കൊണ്ടും മറ്റു പ്രയാസങ്ങൾ കൊണ്ടും അമലുകൾ ചെയ്യാൻ സാധിക്കാതെയും നോമ്പനുഷ്ഠിക്കാൻ സാധിക്കാതെയും വിവിധ തുറകളിൽ പ്രയാസപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇബാദുർ റഹ്മാൻ അഥവാ പരമകാരുണ്യകന്റെ അടിയാന്മാർ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് അല്പം ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ 25-ാമത്തെ അധ്യായം സൂറത്ത് ബഖറയിലെ 63 മുതൽ 76 വരെയുള്ള വചനങ്ങൾ പരിശോധിച്ചാൽ പരമകാരുണ്യകന്റെ അടിയാന്മാരിൽ ഉണ്ടായിരിക്കേണ്ട ഗുണവിശേഷണങ്ങൾ എന്ത് എന്ന് അള്ളാഹു കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇബാദുർ റഹ്മാൻ എന്ന വിശേഷണം തന്നെയും ഈ 10 ഗുണങ്ങൾ ലഭിക്കുവാനുള്ള അഥവാ ആ 10 ഗുണങ്ങൾ ശാരീരികവും മാനസികവുമായി ഉൾക്കൊള്ളാൻ സാധിച്ച മഹാഭാഗ്യവാന്മാരുടെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചുള്ളൊരു വിളിയാകുന്ന യഥാർത്ഥത്തിൽ ഇബാദുർ റഹ്മാൻ. അള്ളാഹു തന്നെ അടിയാന്മാരെ പരിചയപ്പെടുത്തുന്നത് ഇബാദുർ റഹ്മാൻ എന്നാണ്. ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പൈശാചികതക്ക് അടിമപ്പെടുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ്. 24-ാമത്തെ അധ്യായം സൂറത്ത് നൂറിലെ 21-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ വമൻ യത്തബിഉ ഖുതുവാതി ശൈത്വാൻ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദാ വലാകിൻ അല്ലാഹു യുസക്കി മൻ യശാ വല്ലാഹു വാസിഉൻ അലീം എന്ന് സൂറത്ത് നൂറിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. പൈശാചികതക്ക് അടിമപ്പെടാൻ പാടില്ല.
2-ാമത്തെ അധ്യായം സൂറ ബക്കറ 168-ാമത്തെ ആയത്ത് പരിശോധിച്ചാലും യാ അയ്യുഹൻ നാസു കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ എന്ന് കാണാം. 2 ആയത്തുകൾ പരിശോധിച്ച് നോക്കിയാലും അള്ളാഹു 2 വ്യത്യസ്ത വിഷയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ, നിങ്ങൾ പിശാചിന്റെ കാൽപാദത്തെ പിന്തുടരരുത് എന്നുള്ളത്. സൂറത്ത് ബക്കറ 168-ൽ മൊത്തത്തിൽ മനുഷ്യരെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഭൂമുഖത്ത് നിന്ന് നിങ്ങൾ അനുവദനീയമായത് ഭക്ഷിച്ചുകൊള്ളുവിൻ. യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബൻ, വിശിഷ്ടമായതും ഭക്ഷിച്ചുകൊള്ളുവിൻ. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ, ഏതെങ്കിലും നിലക്ക് അള്ളാഹു അനുവദനീയമാക്കിയതിനെ നിഷിദ്ധമാക്കുവാനോ അള്ളാഹു നിഷിദ്ധമാക്കിയതിനെ അനുവദനീയമാക്കുവാനോ ഉള്ള പ്രേരണ ചെലുത്തുന്ന പൈശാചികർക്ക് നിങ്ങൾ കൂട്ടുനിൽക്കരുത് എന്നാണ് അവിടെ അള്ളാഹു വിശേഷിപ്പിച്ചതെങ്കിൽ, എല്ലാ തുറകളിലും പിശാചിന്റെ ദുർബോധനങ്ങൾക്ക് വഴിപ്പെടാതെ ജീവിക്കുന്ന ഒരു ഗുണവിശേഷണമുള്ള ഒരു യഥാർത്ഥ അടിമയായി മാറണം യഥാർത്ഥത്തിൽ ഇബാദുർ റഹ്മാൻ, പരമകാരുണ്യകന്റെ അടിയാൻ. മറ്റൊരു വിശേഷണം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുക, ദേഹേച്ഛകൾക്ക് അടിമപ്പെടാത്തവനായിരിക്കണം പരമകാരുണ്യകന്റെ അടിയാന്മാർ. സൂറത്തു നാസിയാത്തിൽ 40-ാമത്തെ ആയത്തിൽ വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വ എന്ന് കാണാം. ആരാണോ സ്വന്തം ശരീരത്തെ, സ്വന്തം നഫ്സിനെ ദേഹേച്ഛകൾക്ക് വഴിപ്പെടാതെ വിധേയപ്പെടാതെ ജീവിച്ചത്, തന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും ചെയ്തവൻ ആരോ അവനുള്ള സങ്കേതമാകുന്നു സ്വർഗം എന്ന് മറ്റൊരു വിശേഷണം ഖുർആനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3-ാമത്തെ ഗുണത്തിന്റെ ഉടമയാവണം ഐഹിക സുഖത്തിന്റെ അടിമകളാകാൻ പാടില്ല എന്നുള്ളതാണ്. സൂറത്തു ആൽ ഇംറാനിലെ 11-ാമത്തെ ആയത്തിൽ സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്തി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീറൽ മുഖന്തറത്തി മിനൽ ദഹബി വൽ ഫില്ലത്തി വൽ ഖൈലിൽ മുസവ്വമത്തി വൽ അൻആമി വൽ ഹർസ് ദാലിക മതാഉൽ ഹയാത്തുദ് ദുനിയ എന്ന് തുടങ്ങുന്ന വിശേഷണങ്ങളും കാണാം. ഒന്ന് ഞാൻ പറഞ്ഞത് പരമകാരുണ്യകന്റെ അടിയാന്മാർക്കുണ്ടായിരിക്കേണ്ട ഗുണം, അവർ പിശാചിന് വഴിപ്പെടരുത്. 2-ാമത് പറഞ്ഞത് ദേഹേച്ഛകളുടെ അടിമകളാവരുത്. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം സമകാലിക ചുറ്റുപാടുകൾ പരിശോധിച്ചാൽ ഈ 2 വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പിശാചിനെ അടിമപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് എൻ്റെ മുന്നിൽ നിന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കളികൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണുള്ളത്. അത് പിശാചിന്റെ ദുർബോധനത്തിന് വഴങ്ങിക്കൊണ്ട് എല്ലാ നേരത്തും ടിവിയുടെ മുന്നിലിരുന്നു കൊണ്ട് കളി ആസ്വദിക്കുന്ന ആളുകൾ, ശരീരം ആഗ്രഹിക്കുന്നതിന് നഫ്സിനെ വഴങ്ങിക്കൊടുക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്നവർ, പിശാച് ദുർബോധിപ്പിക്കുന്നതിന് വഴങ്ങിക്കൊടുക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്നവർ. 3-ാമത്തെ വിഷയം, ഐഹിക ജീവിതത്തിന്റെ അതിപ്രസരത്തിൽ അകപ്പെട്ടുകൊണ്ട് പരലോകത്തെക്കുറിച്ച് കൃത്യമായി മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവർക്കും ഈ ഗുണം ഉണ്ടാവില്ല. മറിച്ച് ഐഹിക ജീവിതത്തിന്റെ അടിമകളാകാതെ ജീവിക്കുന്ന ആളുകൾക്ക് പരമകാരുണ്യകന്റെ അടിയാന്മാർ എന്ന വിശേഷത്തിൽ ഉൾപ്പെടാൻ സാധിക്കും. 4-ാമത്തെ വിഷയം പരിശോധിച്ചാൽ പരദൈവങ്ങളുടെ അടിമകളാകാതിരിക്കുക എന്നുള്ളതാണ്. പരദൈവങ്ങളുടെ അടിമകളാകാതിരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്ത ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റ് ഇലാഹുകൾക്ക് ആരാധനകൾ അർപ്പിച്ചുകൊണ്ട്, അഥവാ അവരെ തവക്കുൽ ചെയ്തുകൊണ്ട്, അവരെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ സ്നേഹിച്ചുകൊണ്ട്, അങ്ങനെ ആ പരദേവതകളുടെ ഇഷ്ടത്തിനനുസരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ താൻ പ്രവർത്തിക്കുന്ന പ്രവൃത്തികൾ പരദേവതക്ക് ഇഷ്ടമുള്ളതാണെന്നുള്ള വിചാരത്തോടു കൂടിയോ പ്രവർത്തിക്കുന്ന അടിമകളാകാതിരിക്കുകയും ചെയ്താൽ ഈ 4 ഗുണവിശേഷണങ്ങളുള്ള വ്യക്തികളെ യഥാർത്ഥത്തിൽ പരമകാരുണ്യകന്റെ അടിയാന്മാർ എന്ന് വിശേഷിപ്പിക്കാം. അഥവാ ലോകസൃഷ്ടാവായ വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ നന്മ ചെയ്യുന്ന അള്ളാഹുവിന്റെ സാമീപ്യം ലഭിച്ച അടിമകളായി തീരണമെങ്കിൽ പിശാചിന്റെ ദുർബോധനങ്ങൾക്ക് വഴിപ്പെടാതിരിക്കുക, ദേഹേച്ഛകൾക്ക് വഴിപ്പെടാതിരിക്കുക, ഐഹിക സുഖങ്ങൾക്ക് വഴിപ്പെടാതിരിക്കുക, പരദേവതകൾക്ക് അവരുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും വഴിപ്പെടാതിരിക്കുക. ഇത്തരം ഗുണങ്ങൾ ഉണ്ടായാൽ പരമകാരുണ്യകന്റെ അടിയാന്മാർ എന്ന വിശേഷണത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അള്ളാഹു അതിൽ നമുക്ക് നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരം അടിയാന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട വിശേഷണത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഈ വിഷയം യഥാർത്ഥത്തിൽ നസ്ർ വരെ പറഞ്ഞാൽ തീരൂല. അതിനർത്ഥം നിങ്ങൾക്ക് തോന്നേണ്ടതില്ല ഇത് ഇപ്പോഴേ എഴുന്നേറ്റ് പോകുന്നതാ നല്ലത്,
അസ്ർ വരെ ഈ ചങ്ങാതി ഇരുത്തുമെന്നൊരു തോന്നൽ നിങ്ങൾക്ക് വേണ്ടതില്ല. ഒരു ബൃഹത്തായ വിഷയമാണ്. 10ഓളം വിശേഷണങ്ങൾ ആ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ വിശേഷണമാണ് ഞാൻ ഓതി വെച്ച ആയത്ത്, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ എന്നുള്ളതാണ്. 2 ഗുണങ്ങൾ അല്ലാഹു ഒരായത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് യംശൂന അലൽ അർളി ഹൗന എന്നുള്ളതാണ്. ഭൂമുഖത്ത് അഹങ്കാരത്തോടുകൂടി നടക്കാതിരിക്കുക എന്നുള്ളതാണ്. അഹങ്കാരത്തോടുകൂടി നടക്കുന്നവരല്ലാതിരിക്കുക, വിനയത്തോടുകൂടി നടക്കുന്നവരാകുക എന്നുള്ളതാണ്. നടക്കേണ്ട രീതിയെക്കുറിച്ച് മുഫസ്സിരിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് അടക്കത്തോടെ, ഒതുക്കത്തോടെ, അനാവശ്യ കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാതെ, അക്രമത്തിൽ പങ്കെടുക്കാതെ, വിനോദങ്ങളിൽ നിന്നും മുഴുകാതെ, അഹംഭാവമോ പത്രാസോ ഇല്ലാതെ, മറ്റുള്ളവരെ പരിഹസിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥ മാനസികമായി ഉൾക്കൊണ്ടുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥയായിരിക്കണം യഥാർത്ഥത്തിൽ ഈ വിനയത്തോടു കൂടി നടക്കുക, അഹങ്കാരത്തോടു കൂടി നടക്കാതിരിക്കുക എന്ന വിഷയത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടത് കാണാൻ സാധിക്കും. അറിവും സഹനവും ഒതുക്കവും മാന്യതയും ഉള്ളവരായിരിക്കും യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ. യംശൂന അലൽ അർളി ഹൗന, ഭൂമുഖത്ത് വിനയത്തോടു കൂടി നടക്കുന്നവരായിരിക്കും എന്ന് പറഞ്ഞാൽ അവർ അറിവുണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ അറിവിനെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കിയാൽ 35-ാമത്തെ അധ്യായം സൂറ ഫാത്തിറിലെ 28-ാമത്തെ ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നത്, അല്ലാഹുവിനെ വേണ്ട വിധത്തിൽ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഒരു അടിമക്ക് അവന്റെ ജീവിതത്തിൽ സകലമായ ഗുണവിശേഷണങ്ങളും ഉണ്ടാകുന്നത്. ആ വേണ്ടത്ര അറിവ് അല്ലാഹുവിനെ കുറിച്ച് ലഭിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ അല്ലാഹുവിനെ വേണ്ട രൂപത്തിൽ ഭയപ്പെടാൻ സാധിക്കുള്ളൂ. അല്ലാഹു അവിടെ പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിന്റെ അടിയാന്മാരിൽ അറിവുള്ളവർ മാത്രമേ യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നുള്ളൂ എന്നാണ്. ഈ അറിവ് പരിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും കൂടി നേടിയെടുത്താൽ ഇത്തരം വിശേഷണങ്ങൾ നമ്മിലുണ്ടോ എന്ന ഒരു ആത്മപരിശോധന നടത്തണം. നമ്മൾ വിനയത്തോടു കൂടിയാണോ നടക്കുന്നത്, അതല്ല അഹങ്കാരത്തോടു കൂടിയാണോ നടക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തത്തെ സംബന്ധിച്ച് ഹദീസുകൾ വിശദീകരിക്കുന്നത്, അദ്ദേഹം വേഗം കാലടികൾ എടുത്തു വെക്കുകയും ഒരു കുന്നിൻ ചെരുവിൽ കൂടി ഇറങ്ങി വരുന്ന പ്രകാരം നടക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. അഥവാ വലിയ ഗർവോടുകൂടി നടക്കുകയില്ല എന്നുള്ളതാണ്. മഹാനായ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകനെ ഉപദേശിച്ച വിഷയത്തെ സംബന്ധിച്ച് 31-ാമത്തെ അധ്യായം സൂറത്ത് ലുക്മാനിലെ 18ഉം 19ഉം ആയത്തും പരിശോധിച്ച് നോക്കിയാൽ, വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മറഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ എന്ന് കാണാം. നീ ജനങ്ങളിൽ നിന്ന് നിന്റെ കവിൾത്തടത്തെ തിരിച്ചു കളയരുത്. അഥവാ ഇഷ്ടമില്ലാത്ത ആളുകൾ, തന്നേക്കാൾ കുലം കുറഞ്ഞ ആളുകൾ, തന്റെ അത്ര പദവി എത്താത്ത ആളുകൾ ആരെങ്കിലും തന്റെ മുന്നിലൂടെയോ അടുത്തുകൂടെ നടന്നു പോകുമ്പോൾ അവരെനിക്ക് കാണുന്നത് തന്നെ പുച്ഛമാണ് എന്ന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ആരെങ്കിലും എന്നോട് വല്ല സംശയത്തിനോ എന്തെങ്കിലും തരത്തിലുള്ള നിവൃത്തിക്കോ വേണ്ടി വല്ല ചോദ്യവും ചോദിച്ചാൽ അവരെ മൈൻഡ് ചെയ്യാതെ പുച്ഛിച്ചു കളയുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കണമെന്ന് ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകനെ ഉപദേശിച്ചു. വലാ തുസഖിർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മറഹ, ഭൂമിയിൽ നീ അഹങ്കാരത്തോടു കൂടി നടക്കരുത് എന്നാണ്. ഭൂമിയിൽ അഹങ്കാരത്തോടു കൂടി നടക്കരുത്. സൂറത്തു ഇസ്രായേൽ 35-ാമത്തെ ആയത്തിൽ അല്ലാഹു നമ്മെ ഉണർത്തുന്ന വിഷയത്തെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കിയാൽ, ഇന്നക വലാ തംശി ഫിൽ അർളി മറഹ ഇന്നക ലൻ തഖരികൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല, നീ ഭൂമുഖത്ത് അഹങ്കാരത്തോടു കൂടി നടക്കരുത്. നിനക്ക് ഭൂമിയെ പിളർക്കുവാനോ മലകളോളം നീളത്തിലെത്തുവാനോ സാധിക്കുന്നതല്ല എന്ന് പരിശുദ്ധ ഖുർആൻ. അഹങ്കാരത്തോടു കൂടി നടക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അതിന്റെ വിശദീകരണം നടത്തിയതാണ്. കിബറോടുകൂടി നടക്കേണ്ടതില്ല. ഒരാള് വലിയ പത്രാസുള്ള ഒരാള് വലിയ വേഷവിധാനമൊക്കെ ധരിച്ചുകൊണ്ട് വലിയ പത്രാസോടുകൂടി നെഞ്ചു വിരിച്ച് കിബറോടുകൂടി നടന്നാൽ അള്ളാഹു ആ കിബറിനെ ശരീരത്തിൽ നിന്ന് പാടെ ഉന്മൂലനം ചെയ്യുന്നു. നിനക്ക് ഭൂമിയെ പുലർക്കാൻ സാധിക്കൂല, നിനക്ക് മലകളോളം നീളത്തിലെത്താൻ സാധിക്കൂല. നിനക്കൊരു പരിമിതിയും അല്ലാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. നീ ദുർബലമായ ഏതോ ഒരു ഇന്ദ്രിയത്തുള്ളിയുടെ ഏതോ ഒരു ഘടകത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാകുന്നു. അതുകൊണ്ട് നീ അങ്ങനെയൊന്നും അഹങ്കരിക്കേണ്ടതില്ല. മറ്റൊരായത്ത് ഖുർആനിൽ കാണാൻ സാധിക്കും. 16-ാമത്തെ അധ്യായം സൂറത്ത് നഹ്ലിൽ
പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹു മനുഷ്യരുടെ കിബറിനെ മൊത്തം ഉരിച്ചു കളയുന്നുണ്ട്. ചില ആളുകൾ സമ്പത്തിന്റെ ഉടമകളായി കഴിഞ്ഞാൽ മറ്റുള്ള നിർദ്ധരരെ കാണുമ്പോൾ വലിയ കിബിറ് പൊങ്ങച്ചുമൊക്കെ കാണിക്കാൻ സാധിക്കും. അള്ളാഹു മൊത്തം മനുഷ്യരെ വിളിച്ചു പറഞ്ഞു, യാ യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, വിശ്വാസികളെ എന്ന് പറഞ്ഞിട്ടില്ല, വേറെ ഒരു ഇബാദി എന്ന് പറഞ്ഞിട്ടില്ല. മൊത്തത്തിൽ മനുഷ്യരെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, ഹേ മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആശ്രയമുള്ളവരാകുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമ്മളെ കിബിറ് മുഴുവനും വിറ്റുപോകും. എങ്ങനെ? ഇവിടെ ഇരുന്ന നിങ്ങൾക്കും ഇവിടെ നിന്ന് എനിക്കും തുടർന്ന് തൊട്ടടുത്ത നിമിഷത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിന് റബ്ബിന്റെ തൗഫീഖില്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? നമ്മൾ സാധാരണഗതിയിൽ തറവാട്ട് മഹിമ കൊണ്ടോ കുലമഹിമ കൊണ്ടോ അല്ലെങ്കിൽ സമ്പത്തിന്റെ ആധിക്യം കൊണ്ടൊക്കെ കിബിർ നടിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാവരും അള്ളാഹു പറഞ്ഞു, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആശ്രയമുള്ളവരാകുന്നു. സാമ്പത്തിക നിലവാരത്തിനാവട്ടെ, ശാരീരിക ക്ഷമതക്കാവട്ടെ, അറിവിന്റെ വിഷയത്തിലാവട്ടെ, സാമൂഹിക ഉന്നതിയിലാകട്ടെ, ഏത് മേഖലകൾ പരിശോധിച്ചു നോക്കിയാലും അള്ളാഹുവിന്റെ തൗഫീഖില്ലാതെ നിങ്ങൾക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത്രയും ദുർബലരായ നമ്മെ സംബന്ധിച്ചിടത്തോളം കിബിർ എന്റെയും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കണിക സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്ന നല്ല തീർത്തും ദുർബലനാണ്. ചില ആയത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് സൂറത്ത് മുർസലാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. മിൻ മാഇൻ മഹീൻ എന്നാണ്, വളരെ നിസ്സാരമായ ജലത്തിൽ നിന്നാണ് നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹു അത് പറയാൻ കാരണം ആകാശത്തെ സൃഷ്ടിപ്പിനെ കുറിച്ചും ഭൂമിയെ സൃഷ്ടിച്ചതിനെ കുറിച്ചുമൊക്കെ വിശദീകരിക്കുന്ന ഭാഗത്ത് മനുഷ്യനെ സൃഷ്ടിക്കുന്ന വിഷയത്തെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നത് 40-ാമത്തെ അധ്യായം സൂറത്ത് ഗാഫിർ 49-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ആകാശങ്ങൾ ഈ ഭൂമിയെ സൃഷ്ടിക്കാൻ തന്നെയാകുന്നു പ്രയാസം. അള്ളാഹുവിന് വല്ല പ്രയാസവും ഉണ്ടാകുമെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ ഇങ്ങനെ ഏറ്റവും ദുർബലനായ അള്ളാഹുവിന്റെ അടിയാന്മാരാവേണ്ട, വിനയമുണ്ടാവേണ്ട ഒരു വ്യക്തികളായ നമ്മളിൽ എങ്ങാനെ കിബർ വന്നാൽ ഏതൊക്കെ വിഷയത്തിലെ കിബർ വരിക? അതിനിടയിൽ ഇന്നത്തെ പിരിവിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. കോടിയേരി മലബാർ ക്യാൻസർ സെന്ററിലെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ പിരിവ്. അത് നടത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അഗതികൾക്ക്, നിർധനനായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, അവരുടെ വിഷയത്തിൽ താല്പര്യപ്പെടുക, ഇതൊരു സത്യവിശ്വാസിയുടെ ആദ്യത്തെ ഗുണമായിട്ടായിരിക്കണം അത് ജീവിതത്തിൽ പകർത്തേണ്ടത്. അതുകൊണ്ട് ആ പിരിവിന്റെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്ന് ഉണർത്തുന്നു. അപ്പൊ അഹങ്കാരം ഉണ്ടാവാൻ സാധ്യതയുള്ള മേഖലകൾ പരിശോധിച്ചു നോക്കിയാൽ കായികമായ ഉയർച്ചയിൽ ചില ചെറുപ്പക്കാരെ കാണാൻ സാധിക്കും. ഏതെങ്കിലും ജിംനേഷ്യത്തിൽ ചെന്നുകൊണ്ട് ഒരു 1.5 കിലോ വെയിറ്റ് എടുത്തിട്ട് 2 ദിവസം 1.5 കിലോ വെയിറ്റ് എടുക്കുകയും 3-ാമത്തെ ദിവസം ഒരു 1.5 കിൻഡൽ നെഞ്ചുമായി നടക്കുന്ന ഒരവസ്ഥ കാണാൻ സാധിക്കും. ആകെ ചെറിയ വെയിറ്റ് എടുത്തിട്ടുണ്ടാവുള്ളൂ, പക്ഷെ ആളുകൾ കാണുവാൻ വേണ്ടി ഒരു ഇറുകിയ ബനിയനും നെഞ്ചൊന്നായി ശ്വാസം പിടിച്ചുകൊണ്ട് വലിച്ചു നടക്കുന്ന ഒരവസ്ഥ. ലേശം കായികക്ഷമത ഉണ്ടെങ്കിൽ, പിന്നെ അഥവാ ശാരീരിക പുഷ്ടി ആ വിഷയത്തിൽ അള്ളാഹു നൽകിയെങ്കിൽ അവന്റെ മസിലൊക്കെ ഒന്ന് ഉറച്ച് കാണിക്കാൻ വേണ്ടി ഒരു ഇറുകിയ ബനിയനും കൂട്ടത്തിൽ ഒരു ടൈറ്റ് ബെൽറ്റും ഒക്കെ കൂടി കെട്ടിയിട്ട് ഭയങ്കര ജഗപുക. ഈ വിഷയത്തിൽ കിബർ വരാം. എന്നിട്ട് മറ്റവനെ നോക്കിയിട്ട് ദുർബലനായ ഒരുത്തന്റെ പുറത്ത് നോക്കിയിട്ട് ഒരു കൊട്ടുകൊട്ടിട്ട് പറയാം, ഇവിടെ ഇങ്ങനെ ആവണം തടിയൻ, അതിലും കിബർ വരാം. രണ്ടാമത്തൊന്ന് വരാം, ബുദ്ധിപരമായ വികാസത്തിൽ വരാം. അള്ളാഹു എല്ലാവർക്കും എല്ലാ ബുദ്ധിയും കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിൽക്കുമായിരുന്നില്ല. എല്ലാവരും ഡോക്ടർമാരാണെങ്കിൽ, എല്ലാവരും എഞ്ചിനീയർമാരാണെങ്കിൽ, എല്ലാവരും കച്ചവടക്കാരാണെങ്കിൽ ഒരു രോഗിയുമില്ല, ഒരു കൽപ്പണിക്കാരനുമില്ല, ഒരു പീടിയിൽ സാധനം വാങ്ങാൻ വരേണ്ട ഒരാളുമില്ല എങ്കിൽ ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ പാടെ തകർന്നു പോകുമായിരുന്നു എന്ന് 43-ാമത്തെ അധ്യായം സൂറത്ത് സുഹ്റുഫിലെ 32-ാമത്തെ ആയത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു മനഃപൂർവ്വം തന്നെയാണ് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഉള്ള മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് അസൂയയും വേണ്ട, ഉള്ള മനുഷ്യർ ഇല്ലാത്ത മനുഷ്യരെ കാണുമ്പോൾ കിബറും വേണ്ട. രണ്ടും പരീക്ഷണത്തിനാണെന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും.
മൂന്നാമത് കിബർ വരാനുള്ള മേഖല സൗന്ദര്യമാണ്. അല്ല, പ്രത്യേകിച്ചും ആ വിഷയത്തിൽ യുവാക്കളാണ് ആ വിഷയത്തിൽ മുന്നിട്ട് മത്സരിക്കുന്നത്. ഇന്നത്തെ സമകാലിക ചുറ്റുപാട് പരിശോധിച്ച് നോക്കിയാൽ ഏതെങ്കിലും ഒരുത്തന്റെ തലയിൽ ഏതെങ്കിലും കോലത്തിലുള്ള കോലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കോലം എൻ്റെ തലയിൽ വെച്ചാൽ ഞാൻ അവനെ പോലെയാകുമോ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന യുവാക്കൾ തിങ്ങി നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. സൗന്ദര്യം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. സൗന്ദര്യം മറ്റുള്ളവർക്ക് തോന്നിക്കൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ചില ആളുകളൊക്കെ വിശദീകരിച്ചത് കേട്ടിട്ടുണ്ട്. താടി പറ്റ വടിച്ചാൽ അല്ലെങ്കിൽ താടി വെട്ടി ചുരുക്കി ചെറുതാക്കി ഒതുക്കി വെച്ചാൽ അതിലാകുന്ന സൗന്ദര്യം. എന്നിട്ട് ഓതിയ ഹദീസ് അതാണോ, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല, അള്ളാഹു ഭംഗിയുള്ളവനാകുന്നു, അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. മൂപ്പര് മനസ്സിലാ ഉള്ളത് അള്ളാഹുവിന്റെ ഭംഗി അല്ല. ഒരു കറുകറുത്ത ഒരുത്തനെ ഒരു വെളുവെളുത്ത ഒരുത്തനെ ഇഷ്ടപ്പെടണമെങ്കിൽ ആ സൗന്ദര്യം മറ്റുള്ളവന്റെ മനസ്സിൽ തോന്നിച്ചു കൊടുക്കേണ്ടത് അള്ളാഹു ആകുന്നു. ഒരു വെളുവെളുത്ത മനുഷ്യനെ കണ്ടാൽ തന്റെ തൊട്ടടുത്ത കറുകറുത്ത സുഹൃത്തിന് യാതൊരു സൗന്ദര്യം തോന്നുന്നില്ലെങ്കിലോ അപ്പൊ അതിലും കിബർ വേണ്ടതില്ല. നാലാമത്തെ ഒരു വിഷയം പരിശോധിച്ച് നോക്കിയാൽ നേരത്തെ സൂചിപ്പിച്ച സമ്പത്തിന്റെ വിഷയത്തിലാണ് കിബർ വരിക. പരലോകത്തിന്റെ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ സമ്പത്ത് അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഖുർആൻ ചില പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് സമ്പത്തിനെയും സന്താനങ്ങളെയും കുറിച്ച്. വഅലമു എന്ന പദം പരിശുദ്ധ ഖുർആൻ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇഅ്ലമു വഅലമു അല, ഈ മൂന്ന് പദം പരിശോധിച്ചു നോക്കിയാൽ ഈ മൂന്ന് പദത്തിന് ശേഷം വിശദീകരിക്കുന്ന ആശയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ അറിഞ്ഞേക്കുക, അഥവാ നിങ്ങൾ അറിഞ്ഞേക്കണം. തൊട്ടടുത്ത് വിശദീകരിക്കുന്നവർ മാത്രമേ അള്ളാഹുവിന്റെ അടിയാന്മാരാവുകയുള്ളൂ എന്ന് കാണാം. തൊട്ടടുത്ത് വിശദീകരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾക്ക് പരീക്ഷണമാണെന്ന് സമ്പത്തിനെയും സന്താനങ്ങളെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് കാണാൻ സാധിക്കും. വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും നിങ്ങൾക്ക് പരീക്ഷണമാകുന്നു എന്ന്. വേണ്ട വിധത്തിൽ ഇത് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഈ രണ്ട് വിഭവങ്ങൾ കാരണത്താൽ നാളെ പരലോകത്ത് കൈകടിക്കേണ്ടി വരും. അപ്പോൾ അതിലും കിബർ വേണ്ടതില്ല. സാധാരണ ചില നാട്ടുംപുറത്ത് ചൊല്ല് കേട്ടിട്ടുണ്ടാവും, 2-4 ദിനം കൊണ്ട് ഒരുത്തനെ മാളിക മുകളിൽ ഏറ്റിയതും ഭവാൻ, മാളികപ്പുറത്തുള്ള മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നത് ഭവാൻ എന്ന് ചിന്തിച്ചാൽ അള്ളാഹു ആകുന്ന സമ്പന്നനെ ദരിദ്രനാക്കുന്നത്, ദരിദ്രനെ സമ്പന്നനാക്കുന്നത് അള്ളാഹു ആണെങ്കിൽ തൽക്കാലം ക്രയവിക്രയം ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസ നമ്മളിൽ തന്നു എന്ന് മാത്രം. തൽക്കാല ക്രയവിക്രയം ചെയ്യാൻ വേണ്ടി. അതിന് കാലപരിധി വർഷാവർഷം എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഉണർത്തലുമുണ്ട്. നിങ്ങൾ സക്കാത്ത് കൊടുക്കണം എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുമുണ്ട്. കാലം പൂർത്തിയായി കഴിഞ്ഞാൽ ആരാന്റെ പൈസ നിന്റെ സമ്പത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്, നിന്റെ സമ്പത്ത് ശുദ്ധീകരിക്കണമെങ്കിൽ നീ അത് മറ്റുള്ളവന്റെ പൈസ കൊടുത്താൽ നിന്റെ സമ്പത്ത് ശുദ്ധീകരിക്കാം, നിന്റെ വ്യക്തിത്വം സംസ്കരിച്ചെടുക്കുകയും ചെയ്യാമെന്ന് 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബയിലെ 103-ാമത്തെ ആയത്തിൽ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് കാണാം. തുതഹിറുഹും വതുസക്കീഹിം എന്ന് കാണാം. അപ്പൊ സമ്പത്തുള്ളവർ യഥാർത്ഥത്തിൽ കിബർ ആഗ്രഹിക്കേണ്ടതില്ല. കാരണം അള്ളാഹു നൽകിയതാണ്. ചില ഹദീസുകൾ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. പരലോകത്ത് വിചാരണ നാളിൽ അടിയാനായ നിർധനനായ ഒരു വ്യക്തി സ്വർഗത്തിലെത്തിയിട്ട് പരലോകത്തെ 500 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു സമ്പന്നനായ ഒരു വ്യക്തി സ്വർഗത്തിലെത്തുകയുള്ളൂ. എന്താ കാരണം? ഇവന്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ നൽകി അനുഗ്രഹിച്ച മുഴുവൻ നിയമത്തുകളെ സംബന്ധിച്ചും വരഞ്ഞ് കണക്ക് യജമാനന്റെ മുന്നിൽ വെച്ചു കൊടുത്തെങ്കിൽ മാത്രമേ അവിടുന്ന് അങ്ങോട്ട് നടക്കാൻ സാധിക്കുള്ളൂ. ഒരടിമ നിർധനനാണ്, ദരിദ്രനായിരുന്നു, പരമാവധി അള്ളാഹുവിന്റെ മാർഗത്തിൽ സൂക്ഷിച്ച് ജീവിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗപ്രവേശം അള്ളാഹു ഉറപ്പാക്കിയെങ്കിലോ എളുപ്പത്തിൽ ആ കണക്കിന്റെ വിഷയത്തിൽ അവന് രക്ഷപ്പെടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ അഹീനി മിസ്കീനൻ വ അമിതിനി മിസ്കീന. നമുക്ക് ഒരിക്കലും പ്രാർത്ഥിക്കാൻ കഴിയോ? അല്ലാഹുമ്മ അഹീനി മിസ്കീനൻ വ അമിതിനി മിസ്കീന, എന്നെ മിസ്കീനായി ജീവിപ്പിക്കുകയും മിസ്കീനായി മരിപ്പിക്കുകയും ചെയ്യണമേ. ഇത് കേട്ടിട്ട് നമ്മൾ ഉമ്മ ആയിഷ ബീവി ചോദിച്ചു, പ്രവാചകരെ നിങ്ങൾ എന്താ പ്രാർത്ഥിച്ചത്? ആയിഷ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ആയിഷ, എനിക്ക് ഇന്ന് ഈ ശരീരത്തിന് കണക്ക് മാത്രമേ അള്ളാഹുവിനോട് ബോധിപ്പിക്കേണ്ടതുള്ളൂ. സമ്പത്ത് അള്ളാഹു നൽകിയാൽ ആ സമ്പത്തിന്റെ വരവ് ചെലവ് കണക്ക് മുഴുവനും അള്ളാഹുവിനെ ബോധിപ്പിക്കേണ്ടി വരും. ഇത്തരം ഭയപ്പാടുള്ള
സമ്പന്നന്മാരായിരിക്കും യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുക. ഹലാലെന്നോ ഹറാമെന്നോ നോക്കാതെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളും അത് കൊടുക്കേണ്ട ധർമ്മം കൊടുത്തു വീട്ടാതെ അത് പിശുക്കി വെക്കുകയും ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം പരലോകം ഭയാനകമായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിമാറാകട്ടെ. അടുത്തൊരു വിഷയത്തിൽ അഹങ്കാരം വരുന്നത് സാമൂഹികമായ അംഗീകാരത്തിലാണ്. പൊതുജന മധ്യത്തിൽ ഇയാൾ വലിയ ആളാണ്, ഇയാളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും 4 ആൾ ആ ചെങ്ങാതിയുടെ പിന്നാലെ കൂടിക്കഴിഞ്ഞാൽ 5ാമത്തെ ആള് വരുമ്പോഴേക്ക് മൂപ്പരെ മട്ടും ഭാവമൊക്കെ ഒന്ന് മാറും. വന്ന ആളുകളോട് നേരത്തെ ചോദിക്കുന്ന ശൈലിയിലല്ല പിന്നെ ചോദ്യം. മൂപ്പര് നേതാവായി, മൂപ്പർക്ക് ഒരു ആഫീസായി, കുറെ കടലാസ് കയ്യിലുണ്ടാവും, മൂപ്പര് കുറെ ഫോൺ ചെയ്യും, വന്നവരോട് ചോദിക്കും എന്താ എൻ്റെ ആവശ്യം അല്ലെ, ദേശം കഴിഞ്ഞിട്ട് വാ. അപ്പൊ സാമൂഹികമായി ചുറ്റുപാടിൽ സ്വാധീനം വന്നു കഴിഞ്ഞാലും കിബിറ് വരാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, തറവാടിത്തത്തിന്റെ പേരിൽ ജനിച്ച തറവാട് പറയുന്ന ആളുകളൊക്കെ കാണാൻ സാധിക്കും. ഈ നല്ല തറവാട് എന്ന് പറഞ്ഞാൽ എന്താ വിഷയം? നല്ല തറവാട് എന്ന് പറഞ്ഞാൽ തറവാടിന്റെ വലിപ്പമാണോ? വലിയ ഒരു 48 മുറികളുള്ള, കുറെ ബാത്റൂമുള്ള, ഒരു വലിയ വിസ്തൃതിയുള്ള ഡൈനിങ് ഹാളുള്ള, ഒരു വലിയ വരാന്തയുള്ള, ഒരുപാട് സമ്പത്ത് തറവാടിന്റെ ചുറ്റുഭാഗത്തുമുള്ള ആണോ? അല്ല. യഥാർത്ഥ ഇസ്ലാമിക സംസ്കാരവും മാന്യമായ സ്വഭാവ വിശേഷണങ്ങളും ഏത് കുടുംബത്തിൽ നിന്നാണോ ഒരു കുട്ടിക്ക് ജലിപ്പിച്ചിട്ട് പുറത്തിറങ്ങുന്നത് ഓന് നല്ല തറവാട്ടിന്റെ സംസ്കാരക്കാരാണ്. ചില തറവാട്ടുകാർ എന്ന് പണ്ടുകാലങ്ങളിൽ പറയാൻ കാരണം, തറവാട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർ തറവാട്ട് സംസ്കാരത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം മാന്യന്മാരായി. സാധാരണ അലമ്പുകളെ പോലെയുള്ള സ്വഭാവങ്ങളൊന്നും അവർക്കിടയിൽ ഉണ്ടാവുകയില്ല എന്നാണ് ഈ തറവാട്. അല്ലാതെ വലിയ വീടോ അല്ലെങ്കിൽ സാമ്പത്തിക നിലവാരത്തിന്റെ ഉയർച്ചയോ ഒന്നും തറവാടിത്തത്തിന്റെ വിഭാഗമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ചിലപ്പോൾ കിബർ വരാം. മറ്റൊന്ന്, പിതാവിന്റെയോ മാതാവിന്റെയോ അടുത്ത ബന്ധുവിന്റെയോ സ്വാധീനത്തിന്റെ കാര്യത്തിൽ ചില ആളുകൾ ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും കുടുംബത്തിൽ പണ്ട് ചില നാട്ടിലൊക്കെ പണ്ട് കുറെ മുമ്പ് ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു ഡോക്ടർ ഉണ്ടായാൽ സാധാരണ ആ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും പറയും എന്റെ കുടുംബ ഡോക്ടർ. എന്താ കാരണം? മൂപ്പര് ആ ഡോക്ടർ കുടുംബത്തിൽ അംഗമാകുന്നു. അതൊരു ജാള്യതക്ക് വളരെ എന്റെ കുടുംബമാണ്. ഇനിയിപ്പോ MLA MP ആരെങ്കിലും ആ നാട്ടിൽ ഏതൊരു 1000 കൊല്ലം എത്തിയാൽ പോലും ഇവന്റെ ബന്ധുത്വത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ലെങ്കിൽ പറയോ എന്റെ അടുത്ത കുടുംബമാണ് MLA. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജാള്യത നടിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. കിബർ അത്തരത്തിൽ വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വിശദീകരിച്ചു. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ. 3 ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ സംസാരിക്കുകയില്ല. വലാ യുസക്കിഹിം, അവരെ സംസ്കരിക്കുകയുമില്ല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് നോക്കുകയുമില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ശൈഖുൻ സാനിൻ, വ്യഭിചാരിയായ വൃദ്ധൻ. വ്യഭിചാരിയായ വൃദ്ധൻ. രണ്ടാമത്തത് മലിക്കുൻ കസാബുൻ, കള്ളം പറയുന്ന ഭരണാധികാരി. ഈ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഇന്ത്യന്റെയോ അമേരിക്കയുടെയോ ഭരണാധികാരി തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഏതെങ്കിലും ചെറിയ വിഭാഗത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്ന ആളായാൽ പോലും അവൻ ഭരണാധികാരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ വിശദീകരിച്ചു, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയത്തിഹി എന്നാണ്. ഓരോരുത്തരും ഭരണാധിപന്മാരാണ്. അവരുടെ കീഴിലുള്ള ഭരണീയരെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ശാഖാ സെക്രട്ടറി, അല്ലെങ്കിൽ ഒരു പള്ളി സെക്രട്ടറി, അല്ലെങ്കിൽ ഒരു മണ്ഡല സെക്രട്ടറി, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് സെക്രട്ടറി, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് സെക്രട്ടറി, ഏത് തലത്തിൽ തന്റെ നിയന്ത്രണത്തിൽ ആരാണോ ഉള്ളത് അവരുടെ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി കളവ് പറഞ്ഞാൽ അവനോടും നാളെ അള്ളാഹു സംസാരിക്കുന്നതല്ല, അവനെ അള്ളാഹു സംസ്കരിക്കുകയുമില്ല. മൂന്നാമത് പറഞ്ഞത് മുസ്തക്ബിറൻ എന്നാണ്. അഹങ്കാരിയായ ദരിദ്രൻ. ദാരിദ്ര്യത്തിന്റെ ഉച്ചകോടി ഉണ്ടാവും. എന്നാൽ ആരെങ്കിലും എന്തെങ്കിലും സഹായം വേണോ ചോദിച്ചാൽ എനിക്കൊന്നും വേണ്ട, വേണമെങ്കിൽ ചുണ്ടിൽ പശുനെയും പുരട്ടിട്ട് നടക്കുകയും ചെയ്യും. ഒന്നാ ഗംഭീരം. മറ്റുള്ളവരോട് പറയുവാനോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് തന്റെ പ്രയാസങ്ങൾ പങ്കുവെക്കുവാനോ ഒന്നും തയ്യാറാവാതിരിക്കുകയും എന്നാൽ എല്ലാ വിഷയത്തിലും പൊങ്ങച്ച നടത്തുകയും ചെയ്യുന്ന, ചിലപ്പോൾ കട്ടിട്ടായാലും മറ്റുള്ളവരോട് കടം വാങ്ങി കൊടുക്കാതെ ആയാലും ഇങ്ങനെ പൊങ്ങച്ചവും ദുരഭിമാനവും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന അഹങ്കാരിയായ ദരിദ്രനെയും അള്ളാഹുവിന്റെ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 3 വിഭാഗത്തിൽ എണ്ണിയിട്ടുണ്ട് എന്നുള്ളതാണ്.
ഇങ്ങനെ ഒരുപാട് വിഷയം അഹങ്കാരത്തിന്റെ വിഷയത്തിൽ നമുക്ക് ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. തറവാടിത്തത്തിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിലെയോ നമ്മൾ അഹങ്കരിക്കേണ്ടതില്ല. സൂറത്ത് ഹുജറാത്തിൽ 13-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, യാ യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിശ്ചയമായും നിങ്ങൾ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലതആറഫു, നിങ്ങളെ ശാഖകളും ഗോത്രങ്ങളുമാക്കി നാം വെച്ചിരിക്കുന്നത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയപ്പെടുന്നതിന് വേണ്ടിയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും മാന്യൻ അള്ളാഹുവിന്റെ അടുക്കൽ ഭയഭക്തിയുള്ളവനാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മാന്യൻ. ഒരു വേണ്ടാശാലത്തിൽ ചെന്നുപെടാതെ മറ്റുള്ളവരോട് സംസാരിക്കുന്ന വിഷയത്തിൽ മാന്യത പുലർത്തിക്കൊണ്ട് സൽസ്വഭാവിയായി ചീത്ത കൂട്ടുകെട്ടില്ലാതെ ധനമിടപാട് മേഖലകളിലൊക്കെ സംശുദ്ധി പാലിച്ചുകൊണ്ട് കുടുംബബന്ധം ചേർത്തുകൊണ്ട് അയൽവക്ക മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് ഖുർആനും സുന്നത്തും എന്തു പറയുന്നുവോ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് അതേപടി പാലിച്ചുകൊണ്ട് നടക്കുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനാകുന്നു യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ മാന്യൻ എന്ന് പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ധാരാളം ഹദീസുകൾ ഈ അഹങ്കാരത്തെ കുറിച്ച് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കും. ആ ആയത്തിൽ 2-ാമത്തെ ഭാഗം പറഞ്ഞത് വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ എന്നുള്ളതാണ്. വിവരമില്ലാത്തവർ അനാവശ്യമായി തർക്കത്തിന് വന്നാൽ അവരോട് മഅസ്സലാം പറയുക. അനാവശ്യമായി തർക്കത്തിന് വരിക, ആവശ്യത്തിനും അനാവശ്യത്തിനും തർക്കത്തിന് വരുന്ന ആളുകളുണ്ട്. വിവരമില്ലാത്തവർ വിവരക്കേട് കൊണ്ട് ഏതെങ്കിലും വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തർക്കവിതർക്കത്തിന് വേണ്ടി വന്നാൽ അവരോട് സലാം പറയുക, സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞുകൊണ്ട് മാന്യമായി അവരിൽ നിന്ന് ഒഴിവാകുവാനാണ് യഥാർത്ഥത്തിൽ അള്ളാഹു പരമകാരുണ്യകന്റെ അടിയാന്മാരുടെ ഗുണവിശേഷമായി ഒന്നെണ്ണിയത്. ഈ ആയത്തിനെ കുറിച്ച് മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചത് വൈദാ ഖാതബഹുൽ ജഹ്ലത്തു സഫാഉ ബിൽ അദാ, വിവരമില്ലാത്ത വിഡ്ഢികൾ വല്ല ഉപദ്രവമായി അവരെ അഭിസംബോധന ചെയ്താൽ അജാബൂഹും ബിൽ മഅറൂഫി മിനൽ ഖൗൽ, അവർ വാക്കിൽ നിന്ന് മാന്യമായ വർത്തമാനം അവരോട് പറയും, ഉത്തരം നൽകും. വഖാതബഹും ഖിതാബൻ യസ്ലമൂന ഫീഹി മിനൽ ഇസ്മ, അവരോട് കുറ്റത്തിൽ നിന്ന് സുരക്ഷിതമായ രീതിയിൽ അവരോട് സംസാരിക്കുകയും ചെയ്യും. വമിൻ മുഖാബിലത്തിൽ ജാഹിലി ബി ജഹ്ലിഹി, വിവരക്കേട് കൊണ്ട് വിവരമില്ലാത്തവരോട് പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ ഒരാള് എന്തെങ്കിലും ഒരു വിഷയത്തിൽ അനാവശ്യമായി തർക്കത്തിൽ വന്നാൽ അവരോട് മാന്യമായി നല്ല നിലയിൽ സംസാരിച്ചു പിരിയുന്നവരായിരിക്കും അവർ. ഒരാൾ തർക്കം നടത്തിയതുപോലെ അതേ രൂപത്തിൽ പണ്ട് ചില വിഷയങ്ങൾ പഠിപ്പിച്ചു നമ്മളെ, ഒരാൾ നിന്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ നീ ഒരിക്കലും തിരിച്ച് നിന്റെ ഉപ്പ എന്ന് പറയരുത്. കാരണം നീ നിന്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ നീ നിന്റെ വാപ്പാനത്തിനെ വിളിക്കുന്നതിന് സമമാകുന്നു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ചില ആളുകളെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. ചെയ്തതിന് തക്കം പാർത്തുകൊണ്ടിരിക്കുക, എന്നിട്ട് അവസരം കിട്ടിയാൽ ഒന്നുകിൽ അതുപോലെ ചെയ്യുക അല്ലെങ്കിൽ അതിനപ്പുറത്ത് ചെയ്യുക. പകവെക്കുന്ന പ്രകൃതക്കാരെയും കാണാൻ സാധിക്കും. ഇതുപോലെ വർത്താനത്തിൽ വന്നാൽ തോറ്റെടുക്കൂല. എന്തായാലും തോറ്റുകൊടുക്കുന്ന പ്രശ്നമല്ല, അതൊരു കിബറാണ്. തോറ്റുകൊടുക്കുക, മറ്റുള്ളവർക്ക് എന്തെങ്കിലും അഥവാ ഈ വിവരമില്ലാത്തവൻ ചെന്ന് മറ്റാരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ അവനെ തോപ്പിച്ച് ഓൻ എൻ്റെ സംസാരത്തിന് വഴിപ്പെട്ടു കീഴ്പ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിലെന്തപ്പ തകരാറ്? അതിലൊരു തകരാറുമില്ല. അള്ളാഹു എങ്ങാനും ഒരാളൊരു സമൂഹത്തിൽ വെച്ച് അപമാനിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ അവിടെ തകരാറ് നമ്മൾ കാണേണ്ടതുള്ളൂ. അതുകൊണ്ട് 2 ഗുണം പറഞ്ഞു. ഒന്ന്, വഇബാദു റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന, അതുകൊണ്ട് കിബറും പത്രാസൊന്നും വേണ്ട. കിബർ യഥാർത്ഥത്തിൽ കിബറിനറിയാൻ അള്ളാഹു മാത്രമാകുന്നു, വേറെ ആരുമില്ല. അത് അള്ളാഹു സ്ഥാപിക്കുകയും ചെയ്തു ഖുർആനിലൂടെ. എല്ലാവരും അള്ളാഹുവിലേക്ക് ആശ്രയമുള്ളവരാണ്. എന്തിനും ശ്വാസം കഴിക്കാൻ, നിൽക്കാൻ, ഇരിക്കാൻ, സാധനം എടുക്കാൻ, ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ, വാഹനത്തിൽ കയറാൻ, മലമൂത്ര വിസർജനം നടത്താൻ ഈ മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിപ്പിൽ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഒരു നേരം ഒന്ന് ചിന്തിച്ചാൽ, നമ്മൾ ആരെങ്കിലും 2 പേർ സംസാരിക്കുമ്പോൾ ഒരാളുടെ വിരൽ നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ കുത്തുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് കുറേ നേരം എന്താ കേടായ ട്യൂബ് കത്തുന്ന മാതിരി ഉണ്ടാവും. എന്താ കെടു ഓഫാവും ചെയ്യും. ഇല്ല, നിങ്ങൾ ഇടയ്ക്കോ തെറ്റിയിട്ട് പറഞ്ഞല്ല, മനഃപൂർവ്വം പറഞ്ഞ അല്ല, ഓഫാവും. ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും ഇങ്ങനെ കണ്ണിൽ. ഇതാരെ തന്നത്?
എന്തുകൊണ്ട് ആ സുരക്ഷിതത്വം അവിടെ? ഇങ്ങനെ ഒരുപാട് സന്ദർഭത്തിൽ തീയിന്റെ അടുത്തേക്ക് പോയാൽ ചൂട് അനുഭവിക്കുന്നത് പോലെ അപ്പോൾ നമ്മൾ സ്വയം പിന്മാറുന്നത് പോലെ ഇതിന് കഴിവാരെ തന്ന് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ മനുഷ്യന്റെ വിരൽത്തുമ്പിലാണെന്ന് പറയുകയും ചെയ്യും. എല്ലാ കാര്യത്തിലും ഒന്ന് വഴുക്കി വീണിട്ട് എല്ലാം പോയി കഴിഞ്ഞാൽ അറിയാം അല്ലെ, വിളി മുഴുവനും പടച്ചവനേതാണ്. അല്ല, വിളി മുഴുവനും പടച്ചവനേന, അങ്ങനെ തന്നെയാ വിളിക്കേണ്ടതോ. പക്ഷെ പിന്നെ കിബറൊന്നുമില്ലല്ലോ. അങ്ങനെ വഴുക്കി വീണ് ഹോസ്പിറ്റലിൽ, ചില റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ സാധിക്കും, ചില സിഗ്നൽ പോസ്റ്റിന്റെ മേലെ 3-4 സിഗ്നൽ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുന്ന സമയത്ത് ഇത് 3 പൊങ്ങിച്ചാൽ കൈ ഒരു ഭാഗത്ത്, ഈ കൈ ഒരു ഭാഗത്ത്, കാല് മുന്നോട്ട്, ഇങ്ങനെ ഒരു കാല് പിന്നോട്ട്, ഇങ്ങനെ റെയിൽവേ സിഗ്നലുമാതിരി കൈയും കാലൊക്കെ അപ്പുറത്തിപ്പുറത്ത് കെട്ടിയിരുന്നാല് മൂപ്പര് പറയും, എടാ അങ്കരിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ കാണുന്നില്ല കിടക്കുന്നു, വീണുതല്ലോ കിടക്കുന്നു ധരണിയിൽ. ഇതെപ്പോഴാ ബോധ്യാവുക? ഒരു വിഷയം വന്ന് തന്നിലേക്ക് ഒരു പരീക്ഷണം വന്നെങ്കിൽ മാത്രമേ ഇത് ബോധ്യമാകുള്ളൂ. അതുകൊണ്ട് ഒരു വിഷയത്തിലും കിബർ വേണ്ടതില്ല. എല്ലാം അള്ളാഹുവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹം. എന്ത് പറയുമ്പോഴും വിശ്വാസിക്കുണ്ടാവേണ്ടത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മാത്രമാണ് ഇത് നടക്കുന്നത്. സാധാരണ പറയും എല്ലാം ഞാൻ, ഇതാരതാ അതെൻ്റെത്, അതും എൻ്റെത്, ഇതാരതാ ഇതും എൻ്റെത്, എല്ലാം എൻ്റെത്. അള്ളാൻ്റെതോ? അള്ളാൻ്റെതൊന്നുമില്ല, എല്ലാം മൂപ്പര് സ്വന്തമാണ്. അല്ലെ, ഇതാരെ കൊണ്ടാ സാധിച്ച്, ഇതാരെ ചെയ്ത്, ഞാൻ അതോ അതും ഞാൻ. വിശ്വാസി എന്താവണം? വിശ്വാസി അള്ളാഹുവിനെ ചേർത്ത് പറയണം. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ചില ആളുകളൊക്കെ മക്കളുടെ വിഷയത്തിലൊക്കെ അഹങ്കരിക്കുന്നത് കാണാൻ സാധിക്കും. ചില ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമായിട്ടൊക്കെ ചിലപ്പോൾ അങ്ങനെ ചെയ്തേക്കാം. അല്ലെ, ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് ചില മക്കളെ അള്ളാഹു കൈപിടിച്ചുയർത്തിയെങ്കിൽ വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അവിടെയൊക്കെ നോക്കട, എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് തന്നെ, അങ്ങനെയാ എന്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, നിനക്കും അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തൂടെ? മൂപ്പരെ SSLC ബുക്ക് പരിശോധിച്ച് നോക്കണം എന്താണ്. ഈ പറഞ്ഞ വാപ്പാന്റെ SSLC ബുക്ക് പരിശോധിച്ച് നോക്കിയാൽ കണക്കിൽ എത്ര മാർക്കുണ്ട്, ഫിസിക്സിൽ എത്ര മാർക്കുണ്ട്, ഇംഗ്ലീഷിൽ എത്ര മാർക്കുണ്ട്, ഏതോ രൂപത്തിൽ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഈ കുട്ടികൾക്ക് ഉന്നത നിലവാരത്തിലെത്താൻ സാധിച്ചു. മൂപ്പര് പറയും എല്ലാം എൻ്റെ ഒറ്റ കഴിവാണ്, അതുകൊണ്ട് കിബർ വേണ്ടതില്ല. അനാവശ്യമായി ആരെങ്കിലും നമ്മിലേക്ക് തർക്കത്തിൽ ഏർപ്പെട്ടാല് ഒന്നുമില്ല, എനിക്ക് വേറെ തിരക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാന്യമായി അവരോട് പറയാൻ പറ്റുന്ന മാന്യമായ ഉപദേശങ്ങൾ നടത്തിക്കൊണ്ടായിരിക്കണം നാം പിരിയേണ്ടത്. 28-ാമത്തെ അധ്യായം സൂറത്തു ഖസസിലെ 55-ാമത്തെ ആയത്തിൽ വൈദാ സമീഉൽ ലഗ്വ അഅറളു അൻഹു വഖാലു ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. അനാവശ്യമായ വല്ലതും അവർ കേട്ടാൽ അതിൽ നിന്ന് അവർ തിരിഞ്ഞു കളയും. ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മങ്ങളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങളുണ്ട്, നിങ്ങൾക്ക് സലാം, ഞങ്ങൾ മൂഢന്മാരെ വിഡ്ഢികളെ ആവശ്യപ്പെടുന്നില്ല എന്ന് പറയുന്നവരായിരിക്കും യഥാർത്ഥത്തിൽ പരമകാരുണ്യകന്റെ അടിയാന്മാർ. ഇങ്ങനെ ഒരുപാട് ആ വിഷയം പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. വലിച്ചു നീട്ടി പറയുന്നില്ല. 3-ാമത്തെ ഗുണം അള്ളാഹു വിശദീകരിച്ചത് വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറ വ മുഖാമ എന്നാണ്. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, അവർ ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് ഞങ്ങൾ നരകത്തെ അകറ്റിത്തരണമേ എന്ന് പറയുന്നവരായിരിക്കും. ഇന്ന അദാബഹാ കാന ഗറാമ, നിശ്ചയമായും അതിന്റെ വിപത്ത് വിട്ടൊഴിയാത്ത വിപത്താകുന്നു എന്ന്. ഇന്നഹാ സാഅത്ത് മുസ്തഖറ വ മുഖാമ, ആ പാർപ്പിടം ഒരു മോശമായ ഒരു താവളമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭയാനകമായ നരകത്തെ തൊട്ട് ഈ റമദാനിൽ ചിലപ്പോൾ നമുക്കൊരു ആദി ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു റമദാനിന്റെ എല്ലാ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ധാരാളം ആളുകളെ മോചിപ്പിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇത്തരം സന്ദർഭത്തിൽ പോലും ഒരു നേരം ഒന്ന് ആലോചിച്ചുകൊണ്ട് പടച്ച തമ്പുരാനെ ഭയാനകമായ നരകത്തിൽ നിന്ന് നീ ഒന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ, ഒന്ന് അകറ്റണമേ എന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. കാരണം ചില ആളുകളൊക്കെ ജീവിതം ഈ ജീവിതത്തോടു കൂടി എല്ലാം തീർന്നു എന്ന രൂപത്തിലാണ്. നരകത്തിന്റെ ഭയാനകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആയത്തുകൾ ഖുർആനിൽ തന്നെയുണ്ട്, ഹദീസുകളിൽ പുറമേയുമുണ്ട് കുറെ വിശേഷണങ്ങൾ. ഒരുപാട് ആയത്തുകൾ മാത്രം എടുത്തു പരിശോധിച്ച് നോക്കിയാൽ പരലോകത്ത് വിചാരണ നാളിൽ ഇടതുകയിൽ ഗ്രന്ഥം ലഭിച്ച ആളുകൾ വിലപിക്കുന്ന വിലാപത്തെക്കുറിച്ചും പരിശോധിച്ച് നോക്കിയാൽ എന്താകുന്നു നരകം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് 3 അക്ഷരം മാത്രമാകുന്നു. വേണ്ട രൂപത്തിൽ നമ്മൾ നരകത്തെ ഭയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്.
വേണ്ട രൂപത്തിൽ നമ്മൾ മരണത്തെ ഭയപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. മരണം, ദുനിയാവിൽ നിന്ന് വിട്ടുപോകുന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ചിലപ്പോൾ ഭയപ്പെട്ടേക്കാം, ദുനിയാവിനോടുള്ള കൊതി കൊണ്ട്. പക്ഷേ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ ലോകത്തോടുകൂടി വിട പറയുകയും ഒരിക്കലും തിരിച്ചു വരാത്തൊരു ലോകത്തിലേക്കാണ് യാത്ര ചെയ്യുക എന്നുള്ളത്, ആ വിഷയത്തെക്കുറിച്ച് എത്രമാത്രം നമ്മിൽപ്പെട്ടവർ ആശങ്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. പോയ ആളുകൾ തിരിച്ചു വരുന്നില്ലല്ലോ. ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ? ഏതെങ്കിലും പ്രദേശത്ത് പോയ ആളുകൾ, മരണപ്പെട്ടു പോയ ആളുകൾ തിരിച്ചു വന്നിട്ടുണ്ടോ? ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്കുള്ള യാത്ര. ഒരു ദിവസം അവനവന്റെ മരണത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ജനാസ എടുത്തു കൊണ്ടുപോയി ഖബറിൽ വെച്ചിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ വീട്ടിന്റെ ഉമ്മറത്ത് വന്നിരുന്നു കൊണ്ട് നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് നമ്മെക്കുറിച്ച് തൽക്കാലത്തേക്ക് നല്ലത് പറയുന്ന ഒരവസ്ഥയെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മളില്ലാത്ത ചുറ്റുപാടിൽ നമ്മുടെ ഉമ്മറത്ത് വന്നിരുന്നു കൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മെക്കുറിച്ച് വർത്തമാനം പറയുക, കുറേ ദിവസം കഴിഞ്ഞാൽ അതും ഇങ്ങനെ ഒരു ആവിയായി പോകുക. അവനെക്കുറിച്ചുള്ള സ്മരണ അവന്റെ മക്കൾക്കും അവന്റെ ഭാര്യക്കും അവന്റെ മാതാപിതാക്കൾക്കും മാത്രമായി തീരുന്ന ഒരവസ്ഥയിലും കൂടി ആയിത്തീരുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെക്കുറിച്ച് പറഞ്ഞ ഭാഗത്തും അതുപോലെ നരകത്തെക്കുറിച്ച് പറഞ്ഞ ഭാഗത്തും ഖുർആൻ ആയത്തുകൾ ഉദ്ധരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽ പെടേണ്ടതുണ്ട്. 41-ാമത്തെ അധ്യായം സൂറത്ത് ഫുസ്സിലത്തിലെ 30, 31, 32 ആയത്തുകൾ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഹാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി ലത്തി കുന്തും തുഅദൂൻ എന്ന സന്തോഷ വാർത്തയുമായി മരണപ്പെട്ടു പോകുവാൻ ആർക്കാണോ തൗഫീഖ് ലഭിക്കുക, അത്തരം ആളുകൾക്ക് ഖബർ മുതൽ അങ്ങോട്ടുള്ള ജീവിതം വളരെ സുഖകരം. അള്ളാഹു അതിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷിക്കുന്ന ആളുകളുടെ അവസ്ഥ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്, ഖബറിൽ വെച്ച് ആരെങ്കിലും ശിക്ഷയ്ക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ അവന്റെ തുടർന്നങ്ങോട്ടുള്ള ജൈത്ത് യാത്രയും അതുപോലെ വിഷമം നിറഞ്ഞതായിരിക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ടെങ്കിൽ, ഈ ഭയാനകമായ നരകത്തെക്കുറിച്ച് ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ നരകത്തിന്റെ ആർത്തട്ടഹസിക്കുന്നതിനെ കുറിച്ച് അവർ അതിൽ വെച്ച് അലമുറയിടും, റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ എന്നാണ്. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ ഇതിൽ നിന്ന് പുറത്താക്കി തരണമേ, ഞങ്ങൾ നേരത്തെ ചെയ്യാതിരുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും ചെയ്തു കൊള്ളാം. ഇത് റൂഹിനെ പിടിക്കുമ്പോഴും പറയുന്ന ഒരു തമാശയുണ്ട് അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നത് തമാശയാണോ? ഇല്ല. സാധാരണ അതുവരെ അവന്റെ ജീവിതത്തിൽ ഒരു സൽക്കർമ്മങ്ങൾ ചെയ്യാതെ അങ്ങനെ നരകവാസിയായിക്കൊണ്ട് മരണപ്പെടുത്തുന്ന സമയത്ത് മലക്കുൽ മൗത്തിനോട് പറയും, കുറച്ചു നേരം വിട്ടെന്നാ മതി. എത്ര? ഇതുവരെ ജീവിച്ച് 70, 90, 110 കൊല്ലമൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. എൻ്റെ ഈ 110 കൊല്ലത്തെ ആയുസ്സിൽ ഞാൻ ചെയ്തു തീർക്കാനുള്ള മുഴുവൻ കർമ്മങ്ങളും നിങ്ങൾ എനിക്ക് വളരെ കുറച്ച് നേരത്തെ സമയം തന്നാൽ, ലൗല അഖർതനി ഇലാ അജ്ലിൻ ഖരീബ്, ഏറ്റവും അടുത്ത ഒരു ഭാവിയിലേക്ക് നിങ്ങൾ എന്നെ ഒന്ന് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തു കൊള്ളാം. നടക്കൂല. നരകത്തിലുള്ള അലമുറയിടൽ എന്താ? നരകത്തിലെ അലമുറയിടൽ ഈ ശാരീരിക ചുറ്റുപാട് ഇന്നത്തെ ഭൗതിക ലോകത്തിലെ ചുറ്റുപാടല്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ വിശദീകരിക്കുന്നത്, കുറ്റവാളിയായിക്കൊണ്ട് ഒരാൾ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ അവന് നരകത്തിൽ ഒരാൾക്ക് കഴിയേണ്ട വ്യാസം 500 കിലോമീറ്റർ ചുറ്റളവ്. ഈ മനുഷ്യന്റെ തല ഉഹദ് മലയോളം വലിപ്പമുള്ള തല. ഈ മനുഷ്യനാണ് അലമുറയിട. എത്ര ഒച്ച വരിക, എന്താ പറയുക? റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ നേരത്തെ പ്രവർത്തിച്ചതല്ലാത്ത സൽക്കർമ്മങ്ങളൊക്കെ ഞങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം. നടക്കൂലോ. മറ്റു ചില പരാമർശങ്ങൾ 40-ാമത്തെ അധ്യായം സൂറത്ത് ഗാഫിറിലെ 19-ാമത്തെ ആയത്ത് പരിശോധിച്ചു നോക്കിയാൽ അതിന്റെ ആശയം, നരകത്തിൽ നിന്ന് വെന്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നരകത്തിന്റെ കാവൽക്കാരായ പരുപരുത്ത സ്വഭാവമുള്ള കഠിന ഹൃദയന്മാരായ മലക്കുകളോട് പറയും, കൂട്ടരെ, നിങ്ങളെ പടച്ചോനോടൊന്ന് പോയിട്ട് പറയും, ശിക്ഷയിൽ നിന്ന് ഒരു ദിവസത്തെ ലഘൂകരണം തരാൻ. ശിക്ഷയിൽ നിന്ന് ഒരൊറ്റ ദിവസത്തെ ലഘൂകരണം തരാൻ എന്താ മലക്കുകൾ പറയുക എന്നുകൂടെ ഖുർആൻ പറയുന്നുണ്ട്. 40-ാമത്തെ അധ്യായം സൂറത്ത് ഗാഫിറിലെ 19-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ആ മലക്കുകൾ ഈ കുറ്റവാളിയോട് പറയുമത്രേ, എന്താ പറയുക? നിങ്ങൾ എന്നെ നിങ്ങളുടെ രക്ഷിതാവിനോട് ചോദിച്ചു കൊള്ളുക,
അത് മാത്രം പറഞ്ഞാൽ തരക്കേടില്ലായിരുന്നു. ഒരടിക്കുറിപ്പ് വേറെയും സത്യനിഷേധിയുടെ വിളിക്ക് അല്ലാഹു ഉത്തരം നൽകുന്നതല്ല. ഒരു പ്രയാസത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാല് എവിടെയെങ്കിലും വെച്ച് കുത്തുകയോ മുറിയുകയോ ചെയ്താൽ നമ്മുടെ അടുത്തുള്ള സഹോദരൻ നമ്മെ ആശ്വസിപ്പിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ നാം എന്തെങ്കിലും സഹായം ചോദിച്ചാൽ അവൻ കൊണ്ടുതരുന്നതിന് പകരം നമ്മളോട് ഇങ്ങോട്ട് ഉപദേശിക്കുന്നത്, അത് അന്നേരം നോക്കി നടന്നാൽ കാല് പൊട്ടുമോ എന്നെല്ലാം ചോദിച്ചാൽ നമ്മൾ ഓന് ക്രിക്കറ്റ് വാങ്ങി കൊടുക്കുവോ? ഇല്ല. നമുക്ക് അവനോട് ഭയങ്കര വെറുപ്പുണ്ടാവില്ലേ? ഈ കുറ്റവാളിയായ മനുഷ്യൻ നരകത്തിൽ വെച്ച് മലക്കുകളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ നിങ്ങളുടെ രക്ഷിതാവിനോട് പറഞ്ഞേക്കുക, ഒരിക്കലും സത്യനിഷേധിയുടെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഭയാനകമായ നരകം? നരകത്തിലുമുണ്ട്. സൂറത്ത് ഫുസ്സിലത്താണ് എൻ്റെ ഓർമ്മ, നരകത്തിലും നീരാറ്റലുണ്ട് എന്ന് കാണാം. നീരാറ്റൽ സാധാരണ മഴക്കാലമായി കഴിഞ്ഞാൽ വയലുകളിൽ വെള്ളം നിറഞ്ഞാൽ കാലികളെ വളർത്തുന്ന ആളുകൾ അവരുടെ എരുമകളെയും പോത്തുകളെയും ഒന്നൊന്നായി കഴുത്തിൽ ബന്ധിച്ചുകൊണ്ട് നീരാറ്റുന്നത് കാണാൻ സാധിക്കും. ഇതുപോലെ ചങ്ങലകളിൽ കുറ്റവാളികളായ മനുഷ്യരെ പരസ്പരം കോർത്തുകൊണ്ട് അള്ളാഹുവിന്റെ ശക്തന്മാരായ മലക്കുകൾ ആ കുറ്റവാളികളെ ചുട്ടുപൊള്ളുന്ന തിളക്കുന്ന ഹമീമിൽ വെച്ച് നീരാറ്റുന്ന രംഗം. മറ്റൊരു രംഗം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. നരകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നരകത്തിന്റെ മതിലിനടുത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന കുറ്റവാളികളെ പിടിക്കുവാൻ അല്ലാഹു മലക്കുകൾ ആവശ്യപ്പെടുകയും അവനെ പിടിച്ചുകൊണ്ട് നരകത്തിന്റെ നടുത്തളത്തിൽ കൊണ്ടുപോയി നിർത്തുക, എന്നിട്ട് അവന്റെ തലയിൽ ചൂടുള്ള ഹമീം കോരിയൊഴിക്കുക. അള്ളാഹു കാത്തിരക്ഷിമാറാകട്ടെ. ഈ ഭയാനകമായ നരകത്തെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. ഉഇദ്ദത്തുലിൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് വേണ്ടി നരകത്തെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു, സ്വർഗം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ഉഇദ്ദത്തുലിൽ മുത്തഖീൻ, സൂക്ഷ്മാലുക്കൾക്ക് വേണ്ടി സ്വർഗം തയ്യാറാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഭയാനകമായ നരകത്തിൽ നിന്ന് അവനവന്റെ നഫ്സിനെ രക്ഷിക്കുവാൻ വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതനുസരിച്ച് കൊണ്ട് കിടന്നുറങ്ങുന്നവർ എത്ര ആളുണ്ടാവും എൻ്റെ മുന്നിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നുറങ്ങുന്ന സമയത്ത് പാലിക്കേണ്ട മര്യാദകൾ ഇരുന്നു കൊണ്ട് കുറെ മര്യാദകൾ പാലിക്കുകയും ശേഷം കിടന്നു കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഖിനി അദാബിക യൗമ തുബഅസു ഇബാദിക, അല്ലാഹുവേ നീ എന്നെ നിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ, അകറ്റണമേ. യൗമ തുബഅസു ഇബാദിക, നിന്റെ അടിയാന്മാരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസത്തെ ശിക്ഷയിൽ നിന്ന്. എത്ര ആളുകൾക്ക് സാധിക്കും? എത്ര ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്? സാധാരണ ഓട്ടോമാറ്റിക്കലി ഒരു ചൊല്ലുണ്ട്, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. തീർന്നു. അതിങ്ങനെ പറഞ്ഞതോടുകൂടി നമ്മൾ അത് നരകം ഉണ്ടെന്നോ നരകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണോ ഞാൻ ചോദിക്കുന്നത് എന്നോ, അല്ലെങ്കിൽ തനിക്ക് വേണ്ടിയാണോ, തന്റെ കുടുംബത്തിന് വേണ്ടിയാണോ, ഭാര്യയ്ക്ക് വേണ്ടിയാണോ, മക്കൾക്ക് വേണ്ടിയാണോ, മാതാപിതാക്കൾക്ക് വേണ്ടിയാണോ, ഒന്നുമില്ല. അതിങ്ങനെ പണ്ട് മുസ്ലിയാക്കന്മാർ പഠിപ്പിച്ചത് പ്രാർത്ഥന അല്ലാഹുമ്മ അജിർനി മിനന്നാർ, ബസ് തീർന്നു. എന്താ നരകം? എപ്പോഴെങ്കിലും നരകത്തിന്റെ മാത്രം ആയത്തുകൾ എടുത്തുനിന്ന് ഖുർആനിലെടുത്ത് വായിച്ചു നോക്കാൻ സാധിക്കും. നരകത്തിന്റെ മാത്രം ആയത്തുകൾ. നരകത്തിനോട് അള്ളാഹു ചോദിക്കുന്ന രംഗം. നരകം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. സൂറത്തു കാഫിൽ പരിശോധിച്ചാൽ കാണാം, യൗമ നഖൂലു ലിജഹന്നമ ഹലിം തലഅത് വതഖൂലു ഹൽ മിൻ മസീദ്. നരകത്തിനോട് അള്ളാഹു ചോദിക്കും, ഹലിം തലഅത്, നരകമേ നീ നിറഞ്ഞു കവിഞ്ഞോ? അള്ളാഹുവിന്റെ സൃഷ്ടിയായ നരകം അള്ളാഹുവിനോട് പറയുമത്രേ, വതഖൂലു, അത് പറയുകയും ചെയ്യും, ഹൽ മിൻ മസീദ്, കൂടുതലായി വല്ലതുമുണ്ടെങ്കിൽ പോന്നോട്ടെ, നിറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും സലഫി പള്ളികളിൽ നിന്ന് ഓതുന്ന സൂറത്താണ് സൂറത്തു സജ്ദ. അല്ല, അതിലും ആയത്തുണ്ട്, വലൗസിനാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹ വലാകിൻ ഹഖൽ ഖൗലു മിന്നി ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. നമ്മളിങ്ങനെ കേൾക്കും അല്ലേ? ചില ആളുകൾ ഏതെങ്കിലും കുറെ കാലം ഖുറാഫി പള്ളിയിൽ സ്വമസ്കരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇസ്ലാഹി ആദർശം ഉൾക്കൊള്ളുവാൻ വേണ്ടി റബ്ബിന്റെ തൗഫീഖ് ലഭിച്ചാൽ ആദ്യത്തെ ദിവസം തന്നെ വെള്ളിയാഴ്ചയാണ് പള്ളി കയറുന്നതെങ്കിലും ഓം പറയും, എന്താ സ്വബഹിക്ക് 3 റക്അത്തോ, എന്താ ഇടയിൽ തിലാവത്തിന്റെ സുജൂദ് വന്നാൽ അല്ല. ആ അധ്യായത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാ ഓരോ ആത്മാക്കളെയും അതിന്റെ സന്മാർഗത്തിലേക്ക് നാം കൊണ്ടുവരുന്നതാണ്. പക്ഷെ അള്ളാഹു എല്ലാവരെയും നന്നാക്കാൻ തീരുമാനിച്ചിട്ടില്ല. ആരെയെങ്കിലും ബലമായി പിടിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ വക്താക്കളാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. മറിച്ച് അള്ളാഹു പറഞ്ഞു, വലാകിൻ ഹഖൽ ഖൗലു മിന്നി,
പക്ഷേ എന്നിൽ നിന്ന് വാക്ക് സ്ഥിരപ്പെട്ടു പോയി, ഞാൻ പറഞ്ഞു പോയി. എന്താ പറഞ്ഞത്? ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. ജിന്നിലും മനുഷ്യരിൽപ്പെട്ട ഭൂരിപക്ഷം ആളുകളെ കൊണ്ടും നാം നരകത്തിൽ നിറക്കും. ഇതിൽ പെടാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഈ ഇൻസിൽ, ഈ മനുഷ്യനിൽ പെടാതിരിക്കാൻ കുറെ മനുഷ്യന്മാരെ അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളെ പരലോകത്ത് വെച്ച് ഈ മനുഷ്യരിൽ പെടാതിരിക്കാൻ ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ, ജിന്നിനെയും മനുഷ്യരെയും കൊണ്ട് നാം നരകത്തെ നിറക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യരിൽ പെടാതിരിക്കാൻ എത്രമാത്രം ത്യാഗം സഹിക്കേണ്ടതുണ്ട്. നേരത്തെ ഓതിയ സൂറത്ത് നാസിയാത്തിന്റെ 2ാമത്തെ ഭാഗം ഏതൊരുത്തനാണ് അതിക്രമകാരിയായത്, ഏതൊരുത്തനാണ് അതിക്രമം പ്രവർത്തിച്ചത്, ഐഹിക ജീവിതത്തിന് ആരാകുന്നു പ്രാധാന്യം നൽകിയത്, എന്നാൽ അവന്റെ സങ്കേതം നരകമാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ ചോദിക്കേണ്ടത് നരകമോചനത്തിനാണ്, ചോദിക്കേണ്ടത് സ്വർഗപ്രവേശനത്തിനാണ്. എല്ലാവരും മരണമടിയും എന്ന് വിശദീകരിക്കുന്ന 3ാമത്തെ അധ്യായം സൂറ ആൽ ഇംറാനിലെ 185-ാമത്തെ ആയത്തിൽ എന്താ? എല്ലാവരും മരണമടിയും, എല്ലാവരും മരണത്തിന്റെ രുചി ആസ്വദിക്കും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഓരോരുത്തരും മരണത്തിന്റെ രുചി ആസ്വദിക്കും. വഇന്നമാ തുവഫൂന ഉജൂറക്കും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ പ്രതിഫലം അല്ലാഹു നിറവേറ്റി തരപ്പെടും. ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. കുറെ പൈസ ഉണ്ടായാൽ വിജയിക്കുമെന്നല്ല പറഞ്ഞിട്ടില്ല, ഭൂമുഖത്ത് സ്വാധീനമുണ്ടായാൽ വിജയിക്കുമെന്നല്ല പറഞ്ഞിട്ടില്ല, ഏതെങ്കിലും ഉന്നത നിലവാരമുള്ള ജോലി ഉണ്ടായി എന്ന് പറഞ്ഞാൽ വിജയിക്കുമെന്നല്ല പറഞ്ഞിട്ടില്ല. ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന, ആർ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ ഫഖദ് ഫാസ്, അവൻ മാത്രമാകുന്നു വിജയി എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭയാനകമായ നരകത്തെ തൊട്ട് തോരാത്ത കണ്ണുനീരുമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞുകൂടേണ്ടവരാകുന്നു. യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും റമളാൻ മാസം കൂടെ അങ്ങ് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ, ദീർഘായുസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ മനസ്സിൽ ഇബ്ലീസ് കൊണ്ടുവരും, നീ രക്ഷപ്പെട്ടിട്ടുണ്ട്, നീ അത്ര പ്രാർത്ഥിച്ചിട്ടുണ്ട് അള്ളാഹുവിനോട്, പഴയതെല്ലാം നീ മറന്നേക്ക്, പുതിയത് കുറ്റങ്ങൾ ചെയ്തോ എന്ന് പ്രചോദിപ്പിക്കുവാൻ വേണ്ടി ഇബ്ലീസും വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിന്നൊരു കിബ്ര വരിക, ലേശം ഖുർആൻ ഓതി അല്ലെ ഖുർആൻ വിശുദ്ധിയൊക്കെ സംബന്ധിച്ച് എല്ലാ കൊല്ലവും ഈ കഴിഞ്ഞ 2-3 കൊല്ലവും ഇവിടെ നിന്നിട്ട് പറഞ്ഞിട്ടുണ്ട് യുവാക്കളോട് ഖുർആൻ പാരായണം ചെയ്യുന്ന വിഷയത്തെ സംബന്ധിച്ച്. റമദാൻ ഷഹബാൻ എത്തിയാൽ തന്നെ യുവാക്കളൊന്ന് മസിൽ പിടിച്ചിട്ട് പറയും ഇൻഷാ അല്ലാഹ് ഇത്തവണ ഒരാവർത്തി ഖുർആൻ ഓതും. അവസാനം നോമ്പ് 20 ആകുമ്പോഴേക്കും 5 ജുസ് പൂർത്തിയാവും. പിന്നെ ഇല്ല, മൂപ്പര് പറയും ഇക്കൊല്ലം സാധിച്ചിട്ടില്ല, ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം എന്തായാലും ഞാൻ ഖുർആൻ ഓതും. ഇങ്ങനെയും ഹതഭാഗ്യരായ ആളുകളെ കാണാൻ സാധിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആവർത്തിച്ച് അള്ളാഹുവിനോട് ചോദിക്കേണ്ട, ദുനിയാവിനെ ചോദിക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, മറിച്ച് കൂടുതൽ ചോദിക്കേണ്ടത് ഭയാനകമായ നരകത്തെ തൊട്ടുള്ള രക്ഷയും അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ഏറ്റവും വലിയ വിരുന്നായ സ്വർഗത്തിന് വേണ്ടിയുള്ള അപേക്ഷയും അള്ളാഹുവിനോട് ബോധിപ്പിക്കുന്ന കൂട്ടത്തിലായിരിക്കണം. ആ കൂട്ടത്തിൽ പെട്ടുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഇബാദുർ റഹ്മാൻ ആവുള്ളൂ. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറം വമുഖാമ എന്ന വിഷയത്തിലേക്ക് നമ്മൾ ചെന്നുപെടുകയുള്ളൂ. അല്ലാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത വിഷയം ഇബാദുർ റഹ്മാന്റെ അടയാളങ്ങളിൽ പെട്ടത് അല്ലാഹു വിശദീകരിക്കുന്നത് വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. ഇവിടെ 4 വിഷയങ്ങൾ അല്ലാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ചെലവഴിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച വല്ലദീന ഇദാ അൻഫഖൂ, അവർ ചെലവഴിക്കുന്നതായാൽ, ലം യുസ്രിഫു, അവർ അമിതത്വം കാണിക്കുകയില്ല, വലം യഖ്തുറൂ, അവർ പിശുക്ക് കാണിക്കുകയുമില്ല, വകാന ബൈന ദാലിക ഖവാമ, അത് രണ്ടിനും ഇടയിലുള്ളൊരു മധ്യമ നിലപാട് സ്വീകരിക്കും. എത്ര ആളുകൾ ഉണ്ടാവും ആ വിഷയത്തിൽ? എല്ലാ മേഖലകളും പരിശോധിച്ചു നോക്കിയാൽ ഇസ്രാഫിനെ സംബന്ധിച്ച് സൂറത്ത് ഇസ്രായിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ പൈസ അധികം ഉണ്ടെന്ന് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ വിതറരുത്, വലാ തുബദ്ദിർ തബ്ദീറ,
നിങ്ങൾ പൈസ ഒരു വിതറരുത്. പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചു കൊണ്ട് ചെലവഴിക്കാനുള്ളതല്ല പൈസ, മറിച്ച് അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ചു കൊണ്ട് ചെലവഴിക്കാനുള്ളതാണ് പൈസ. ആളുകൾ ധരിക്കും എന്റെ പൈസ അല്ലേ, അതിന് ഹദീസ് ഓതും. എന്താ ഹദീസ് ഓതുക? സാധാരണ പലരും ഓതാനുള്ള ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കണ്ടു, അയാൾക്ക് അള്ളാഹു ധാരാളം ഒട്ടകങ്ങൾ കൊടുത്തു, ആടുമാടുകളും കൊടുത്തു, തോട്ടങ്ങളും കൊടുത്തു. ഈ മനുഷ്യൻ മുഷിഞ്ഞ വേഷവുമായി നടക്കുമ്പോൾ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എടോ നിനക്ക് അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയില്ലേ, അത് നിന്റെ ജീവിതത്തിൽ ഒന്ന് കാണിച്ചുകൊണ്ട് നിനക്ക് നടന്നുകൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ പോലത്തെ ആളുകളും പറയും, കുറേ സമ്പത്ത് നൽകിയാൽ കുറേ തൂണുകളുള്ള വീടെടുക്കണം. ഇല്ല, എത്രമാത്രം തൂണിന്റെ എണ്ണമുണ്ടോ അതാണ് ഇന്നത്തെ വീടിന്റെ പ്രൗഢി എന്നാണ് പലരും തെറ്റായി ധരിച്ചു വെച്ചിരിക്കുന്നത്. ഒരു സുഹൃത്ത്, സത്യവിശ്വാസിയായ സുഹൃത്ത്, മൂപ്പര് ഒരു വീടെടുത്ത്, വീടിന്റെ പണി ഒരിക്കലും തീരുന്നില്ല. വീടിലിങ്ങനെ മോഡിഫിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഉള്ളവൻ അതിനോടൊരല്പം എതിർപ്പ് ഒരു തരത്തിൽ പ്രകടിപ്പിച്ചു. മൂപ്പര് ഒരാളോട് ചൊല്ലിവിട്ടു, അയാളോട് ചോദിച്ചേക്ക് ഇസ്രാഫിന്റെ മാനദണ്ഡം എന്താണ്? എന്റെ ഉത്തരം, സ്വഹാബത്തിന്റെ ജീവിതമാകുന്നു ഇസ്രാഫിന്റെ മാനദണ്ഡം. ബസ് ഇസ്രാഫിന്റെ മാനദണ്ഡം. കാരണം അല്ലാഹു സൂറത്ത് ബഖറയിൽ പറഞ്ഞു, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞു, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ, അപ്രകാരം നാം നിങ്ങളെ ഒരു മധ്യമ സമൂഹമാക്കി മാറ്റിയിരിക്കുന്നു. ലിതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയാകുവാൻ വേണ്ടി, നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ ജീവിത നടപടിക്രമങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടി. വയകൂന റസൂൽ അലൈക്കും ഷഹീദ, നിങ്ങളുടെ മേൽ ഞാൻ പ്രവാചകനെ സാക്ഷിയാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രാഫ് ശ്രദ്ധിക്കണം. പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് ഏതെങ്കിലും കോലത്തിൽ ചെലവഴിക്കേണ്ടതല്ല. നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്ങനെ ചെലവഴിക്കണം, അതൊരു മിതത്തിലാവണം എന്നുള്ളതാണ്. ഏത് വിഷയത്തിൽ ചെലവഴിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആയത്തുകൾ സൂറത്ത് ബഖറയിൽ തന്നെ കാണാൻ സാധിക്കും ചെലവഴിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച്. ഏറ്റവും ഇഷ്ടമുള്ളത് ചെലവഴിക്കണം സാധിക്കുമോ? ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ 3-ാമത്തെ അധ്യായം സൂറ ആൽ ഇംറാനിലെ 92-ാമത്തെ ആയത്തിൽ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈറൂഹ എന്ന തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സംഭാവന ചെയ്തു. ഇല്ല, ഇന്നിപ്പം ബക്കറ്റ് പരിശോധിച്ചു നോക്കിയാൽ അറിയാം, ഈ ആ ക്യാൻസർ സെന്ററിലെ രോഗികൾക്ക് വേണ്ടി, സമാശ്വാസത്തിന് വേണ്ടി എത്രമാത്രം ദാനമാണ് നമ്മൾ കൊടുത്തത്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബു, നിങ്ങൾക്ക് അള്ളാഹുവിൻ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ബൈറൂഹ തോട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ട് പറഞ്ഞു, അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരിച്ചു കൊടുത്തു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് സമാധാനമായിട്ടുണ്ടാവും ചിലപ്പോ, അല്ലേ? ഇങ്ങനെയാണ്ട് നമ്മളും കൊടുക്കുകയായിരുന്നു, അല്ലേ? തിരിച്ചു കൊടുത്തു എന്ന് മാത്രം കേട്ടാൽ നമുക്ക് സമാധാനമാവും. പക്ഷെ ശേഷവും കൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ നിന്റെ അടുത്ത ബന്ധുക്കളായ മിസ്കീന്മാർക്ക് ഇത് വീതിച്ചു കൊടുക്കുക. ബസ്, അപ്പൊ നമുക്ക് സമാധാനക്കേട് വീണ്ടും വരും. ഈ ബൈറൂഹ എന്ന തോട്ടം പ്രവാചകനെ ഏൽപ്പിച്ചപ്പോൾ ലേശം പ്രയാസം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. മറിച്ച് തിരിച്ചു പ്രവാചകനെ ഏൽപ്പിച്ചപ്പോഴും അദ്ദേഹം സന്തോഷിച്ചിരുന്നില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കൽപ്പിച്ചു അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട മിസ്കീന്മാർക്ക് അത് ഓഹരി വെച്ച് നൽകിയെന്ന് ചരിത്രം. എപ്പോഴാണ് നമ്മൾ പുണ്യം നേടുക? 5 ഉറുപ്പ്യന്റെ നോട്ട് റിസർവ് ബാങ്ക് അടിക്കൽ നിർത്തിയുണ്ടല്ലേ സാധാരണക്കാർ രക്ഷപ്പെടുന്നത്? നിങ്ങളല്ല കേട്ടോ, എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങളൊക്കെ യഥേഷ്ടം ദാനം ചെയ്യുന്നവരാണ് എന്ന് ഞാൻ കരുതാം. അല്ല, സാധാരണക്കാരാണല്ലോ. 5 ഉണ്ടെങ്കിൽ പള്ളിയിലെ ബക്കറ്റിൽ എന്തേന്ന് അറിയുള്ളൂ? 5. അതിന്റെ സ്ലാബ് സിസ്റ്റം ഒന്ന് വെള്ളിയാഴ്ചയെങ്കിലും മാറ്റാൻ, പള്ളിയിൽ വെള്ളിയാഴ്ച പിരിവുണ്ടെങ്കിൽ ചോറും മീൻ പൊരിച്ചോ തിന്നണമെങ്കിൽ എത്ര പൈസയാണോ? നിങ്ങളാരും തിന്നില്ലാന്ന് തോന്നുന്നുണ്ടല്ലേ? 100 ഉറുപ്പ്യ ചുരുങ്ങിയത്, അല്ലേ? ഒരു ചോറും ഒരു കഷ്ണം പൊരിച്ചും വാങ്ങണമെങ്കിൽ 100 ഉറുപ്പ്യ കൊടുക്കും, അല്ലേ? പള്ളിയിൽ 5 ഉറുപ്പ്യ 10 ഉറുപ്പ്യ ഇട്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോവുക, ഹോട്ടലിലേക്ക് പോവാ. ഒരു ചോറും ഒരു മീൻ പൊരിച്ചവും, അല്ലേ? കൂട്ടത്തിൽ കറി വല്ലാതെ ഇഷ്ടപ്പെട്ട് നമ്മൾ എന്താ ചോദിക്കല്? മുളകിട്ട വല്ലതും ഉണ്ടോ? ആരെ വായിൽ നിന്ന് ഉമിനീര് പൊട്ടണ്ട, നോമ്പല്ലേ?
മുളകിട്ട വല്ലതുണ്ടോ, അപ്പൊ അതും വാങ്ങും. മൊത്തത്തിൽ പൈസ 165 റുപ്യ. അപ്പുറത്തിന് കൊടുത്ത് 10 റുപ്യ. ഇല്ല, ചില ക്ലാസ്സിൽ വെച്ച് ചില സഹോദരിമാരോട് പറയാറുണ്ട്, പുതിയ വീടെടുക്കുന്ന ആളുകൾ അന്നേരം ചോദിക്കും, പഴയ വീട് എടുത്ത ആളുകൾ കൊടുക്കേണ്ടതില്ലേ? ടാക്സ് ഒന്നുമില്ല കേട്ടോ, ഫത്വയല്ല, ഹദീസും അല്ല, ഒരു അഭിപ്രായമാണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ തൊള്ളേന്ന് വീണ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞത്. ഈ ഒരു 50 ലക്ഷം ഉറുപ്പ്യന്റെ വീട് ഉണ്ടല്ലോ, ആൾ എടുക്കുമ്പോൾ സാധാരണ പെണ്ണുങ്ങൾ വീടെടുക്കാൻ വേണ്ടി ഭർത്താക്കന്മാർ തുനിയുമ്പോൾ പെണ്ണുങ്ങളിൽ ഭർത്താനുണ്ട്, ഒരിക്കൽ എടുക്കുകയെ വലുതന്നെ ആയിക്കോട്ടെ. പിന്നെ എല്ലാവരും ദിവസവും വീടെടുക്കുമോ? ഇല്ല. അടുക്കള വലുതാവണം, ബെഡ്റൂം വലുതാവണം, ഡൈനിങ് ഹാൾ വലുതാവണം, മുറ്റം ഇനി ഏതാ ചെറുത്? കക്കൂസ് തീരെ ചെറുപ്പാവേണ്ട, ലേശം വലുതായിക്കോട്ടെ. എന്താ ചെറുതാവേണ്ടത്? അവനവന്റെ മനസ്സ്. ഇല്ല, ബാക്കിയെല്ലാം വിശാലമാവണം. ഈ 50 ലക്ഷമോ 60 ലക്ഷമോ ഉറുപ്പ്യന്റെ വീടെടുത്തൊരു വ്യക്തി ആരെങ്കിലും എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്ത് ഒരു 10% ടാക്സ് അള്ളാന്റെ മാർഗത്തിൽ, പുതിയ ഹദീസല്ല കേട്ടോ, ആവർത്തിച്ച് പറയുന്നത് എന്താണെന്നറിയോ? ഇത് ഇവക്കറിഞ്ഞിട്ട് ആരും കളിക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ഹദീസ് പുതിയതല്ല. ഒരു അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഷയം. ഒരു 10% 5 ലക്ഷം റുപ്യ മിസ്കീന്മാർക്ക് അറിയാതെ ചെലവഴിക്കുക. എൻ്റെ അള്ളാഹുവിനോട് പറയാ, പഠിച്ചവനെ 50 ലക്ഷം റുപ്യന്റെ വീടെടുക്കാൻ നീ തൗഫീക്ക് നൽകിയിട്ടുണ്ട്, ഞാനിതാ നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് 5 ലക്ഷം റുപ്യ നിന്റെ അടിമകളായ മിസ്കീന്മാർക്ക് ഞാനിതാ ദാനം ചെയ്തിരിക്കുന്നു. എത്ര സന്തോഷമുണ്ടാവും അള്ളാഹ്ക്ക്. ചിലപ്പോൾ വീണ്ടും ഒരു വീടെടുക്കാൻ പൈസ തന്നെന്ന് വരും. ഇപ്പൊ അത് ഞാൻ പറഞ്ഞിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ബേജാറാവണ്ട. 50 ലക്ഷത്തിന് വീടെടുത്തിട്ട് 5 ലക്ഷം കൊടുത്തിട്ട് കാക്ക നിങ്ങൾ പറഞ്ഞിട്ട് 5 ലക്ഷം കൊടുത്ത് ആ കൊടുത്ത 5 പോയി രണ്ടാമതൊരു 50 കിട്ടിയിട്ടില്ലല്ലോ എന്ന ബേജാറും കൊണ്ട് ഇങ്ങോട്ട് വേണ്ടതില്ല. സാധിക്കുമോ? ഏതിൽ നമ്മൾ ഇസ്രാഫ് കാണിക്കല് അല്ലെ? ചില സഹോദരിമാരൊക്കെ പറയാറുണ്ട്, തലശ്ശേരിക്കാർ പ്രത്യേകിച്ച്, എന്താ പറയുന്നത്, നോമ്പ് തുറപ്പിക്കൽ പുണ്യമുള്ള കാര്യമാണ്. ഇല്ല, ആർക്കും സംശയമില്ല. നോമ്പ് തുറപ്പിച്ചവന് നോമ്പ് നോറ്റവന്റെ കൂലിയുണ്ട് അല്ലെ? ഈ സഹോദരിമാരെ മുന്നിലേക്ക് നിങ്ങൾ നോമ്പ് തുറപ്പിക്കാൻ ആള് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെയും കൊണ്ടുപോണ്ട. നിങ്ങൾ മഗ്‌രിബ് നമസ്കരിച്ചിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ 1-2 എണ്ണത്തിന് പിടിച്ചിട്ടെങ്കിൽ കൊണ്ടുപോവുക. എന്നിട്ട് ഓളോട് പറയാ, 2 ആളും കൂടി ഉണ്ട്, 2 ചായ അധികം വെച്ചാൽ. എന്നിട്ട് ഓള് പറയും, നിങ്ങൾക്ക് രാവിലെ പറഞ്ഞൂടെ? ഇല്ല, രാവിലെ പറഞ്ഞാൽ എന്താ? രാവിലെ സ്വബഹി നമസ്കരിച്ച് ഉടനെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങും, എശാ നമസ്കരിച്ചതിന് ശേഷമേ യുദ്ധക്കളത്തുനിന്ന് പുറത്തുള്ളൂ. ഇതുകൊണ്ട് നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി നേരത്തെ പറയരുത് എന്നുള്ളത്. ഇവിടെ ഒക്കെ ധൂർത്ത് കാണാലോ. വിവാഹത്തിന്റെ വിഷയത്തിലൊക്കെ ധൂർത്ത് ധാരാളം ഉണ്ടല്ലേ. അതിനെന്താ ന്യായം പറയല്? കല്യാണം ഒരിക്കേ കഴിക്കുള്ളൂ, പിന്നെ എല്ലാവരും എല്ലാ ദിവസവും കല്യാണം കഴിക്കുമോ? എന്നാ മരണം ഒരിക്കലേ നടക്കുള്ളൂ. മരണത്തിന്റെ ദിവസവും നല്ല പട്ടുടവയിലൊന്ന് പൊതിയാൻ ശ്രമിച്ചാൽ നടക്കുവോ? ഇല്ല. എന്താ സാധാരണ പഴയ ആളുകൾ പറയാറുണ്ട്, മല്ലിന് മലവൽ എന്ന്. അത് രണ്ടും ഒന്നിനാന്ന് എനിക്കറിയില്ല. മല്ല് തുണി അല്ലെ കോട്ടൺ തുണി, നല്ല തുണി, നല്ല തുണി നമുക്ക് പൊതിയാൻ തരും. പ്രതാപത്തിനനുസരിച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്ന് എന്ത് സാധിക്കും. അവസാന കപം ചെയ്തിട്ട് കൊണ്ട് അത്തർ പൂശുന്നത് ചിലപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള അത്തർ കൊടുത്താൽ പൂച്ചി തരും. കപം ചെയ്തിട്ട് അത്തർ പൂശുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള അത്തർ കൊടുത്താൽ ചിലപ്പോൾ പൂച്ചി തരും. അതുകൊണ്ട് ചെലവഴിക്കുന്നത് റബ്ബിന്റെ തൃപ്തിക്കനുസരിച്ചായിരിക്കണം. ഏത് മാർഗത്തിലായിരിക്കണം കൂടുതൽ ചെലവഴിക്കേണ്ടത്? നാളെ പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന വിഷയത്തിൽ കൂടുതൽ ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം അനന്തരവന്മാർക്ക് വിട്ടേച്ചു പോവാണ്. പിശുക്കി സമ്പാദിക്കുന്ന പൈസ അത്രയും നമ്മുടെ ബന്ധുക്കൾക്കും മക്കൾക്കും ഒക്കെ വിട്ടേച്ചു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 വിഷയം. ഒന്ന്, നിങ്ങൾ ഭക്ഷിച്ച് തീർത്തതോ അല്ലെങ്കിൽ ഉടുത്തു നുരുമ്പിച്ചതോ ദാനമായിട്ട് വല്ലതും നൽകിയെങ്കിലോ അത് മാത്രമേ ആദമിന്റെ സന്തതി അവന്റെ സമ്പത്തിൽ നിന്ന് ഉപയോഗിക്കുള്ളൂ. ബാക്കിയെല്ലാം അനന്തരവന്മാർക്ക് വിട്ടേച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാന്റെ മാർഗത്തിലായിക്കോട്ടെ കുറെ ചെലവഴിക്കല്. അതെന്തെങ്കിലും സൂറത്ത് സബയിലെ 39-ാമത്തെ ആയത്തിൽ അള്ളാഹു ഒരു പച്ചയായ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ബേജാറാവേണ്ടതില്ല. വമാ അൻഫഖതു മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫുഹു. നിങ്ങൾ എന്തൊന്ന് തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും അവൻ നിങ്ങൾക്കത് പകരമായി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റൊരു ഹദീസിൽ നബി പറഞ്ഞു, ഒരു കാരക്കച്ചീളാണ് നിങ്ങൾ ദാനം ചെയ്യുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ കുതിരക്കുട്ടിയെ വളർത്തി വലുതാക്കുന്നതിനേക്കാൾ അപ്പുറത്ത് അതിനെ വളർത്തി വലുതാക്കി മലകളോളം വലുപ്പത്തിൽ നിങ്ങൾക്ക് നാളെ പരലോകത്ത് കാണിച്ചു തരുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് വിഷയത്തിലാണ് ചെലവഴിക്കേണ്ടത്?
നമ്മൾ ഏത് വിഷയത്തിലാണ് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്? വാഹനത്തിന്റെ വിഷയത്തിൽ, വേഷവിധാനത്തിന്റെ വിഷയത്തിൽ, ഷൂവിന്റെ വിഷയത്തിലല്ലേ? ചില വീട്ടിലൊക്കെ ചെന്നാല് ഷൂവിന്റെ കച്ചവടാന്ന് വിചാരിക്കും. ചില ആളുകൾ ചെരുപ്പതൊക്കെ അയച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ എണ്ണം അല്ലേ? ഒരാൾ ധരിക്കുന്നത് തന്നെ കല്യാണത്തിന് പോകുമ്പോൾ ഒന്ന്, പള്ളിയിലേക്ക് പോകുമെന്ന്, അങ്ങാടിയിലേക്ക് പോകുമെന്ന്, അടുത്ത സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുമെന്ന്, ഇങ്ങനെ ചില കാറ്റഗറൈസ് ചെയ്തുകൊണ്ടുള്ള ചില ചെരുപ്പിന്റെ അടയാളങ്ങളും കാണാൻ സാധിക്കും. അതുകൊണ്ട് ചെലവഴിക്കൽ ആർക്ക് ചെലവഴിക്കുന്നതിന് മുൻഗണന നൽകണം എന്ന് ഖുർആൻ പറഞ്ഞു. 2-ാമത്തെ അധ്യായം സൂറ ബഖറ 215 യസ്അലൂനക മാദാ യുൻഫിഖൂൻ, അവർ നിന്നോട് ചെലവഴിക്കലിനെ കുറിച്ച് ചോദിക്കുന്നു. ഖുൽ, പറയുക പ്രവാചകരെ, മാ അൻഫഖതു മിൻ ഖൈരിൻ ഫലിൽ വാലിദൈന വൽ അഖ്റബീൻ വൽ യതമ വൽ മസാകിൻ വബിനിസ് സബീലി വമാ തഫ്അലു മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം. നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും, അത് നന്മയായിട്ട് നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും, ഫലിൽ വാലിദൈന്, നിങ്ങളുടെ മാതാപിതാക്കൾ ആകട്ടെ, വൽ അഖ്റബീൻ, അടുത്ത ബന്ധുക്കൾക്കാകട്ടെ, വൽ യതമ, അനാഥകൾക്കാവട്ടെ, വൽ മസാക്കീന്, അഗതികൾക്കാവട്ടെ, വബിനിസ് സബീലി, വഴിയാത്രക്ക് അല്ലാഹുവിന്റെ മാർഗത്തിലാവട്ടെ, വമാ തഫ്അലു മിൻ ഖൈരിൻ, എന്തെങ്കിലും നിങ്ങൾ നന്മയായി ചെലവഴിച്ചാൽ, പ്രവർത്തിച്ചാൽ, ഫഇന്നല്ലാഹ ബിഹി അലീം, എന്നാൽ നിശ്ചയമായും അത് അല്ലാഹു അറിയുന്നതാകുന്നു. അതുകൊണ്ട് ഇസ്രാഫ് വേണ്ട. ഇസ്രാഫിന്റെ കൂട്ടാളികളെ കുറിച്ച് സൂറത്ത് ഇസ്രായേൽ ആയത്ത് അവസാനിപ്പിച്ചത് ഇസ്രാഫ് ചെയ്യുന്നവൻ പിശാചിന്റെ കൂട്ടാളികളാകുന്നു. ഇന്നൽ മുബദ്ദിരീന കാന ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ. പിശാച് തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെയാകുന്നു. അപ്പം ഒന്ന് പറഞ്ഞത് ഭൂമുഖത്ത് വിനയത്തോടുകൂടി നടക്കണം. വിവരക്കേടുള്ള ആളുകൾ തർക്കത്തിന് വന്നാൽ നല്ല വർത്തമാനം പറഞ്ഞുകൊണ്ട് അവരോട് മടക്കണം. നരകത്തിന്റെ ഭയാനകത ഓർത്തുകൊണ്ട് നരകത്തെ നമ്മിൽ തിരിച്ചു വിടണമെന്ന് പ്രാർത്ഥിക്കണം. ഇസ്രാഫില്ലാതെ ചെലവഴിക്കണം. എന്നാലോ തിരിച്ച് ഇങ്ങനെ പിടിച്ചു വെക്കും വേണ്ട. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ. അല്ലേ? ഖുർആൻ പല സ്ഥലത്തും പല വിഷയങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒരുപാട് ആശയങ്ങൾ ചെലവഴിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പിശുക്കി വെക്കുക. നിങ്ങളുടെ കൈകളെ നിങ്ങൾ പെരടിയിൽ ബന്ധിക്കപ്പെട്ട് നെയ്യിലാക്കരുത്, അത് നിങ്ങൾക്ക് നാശമാകുന്നു എന്ന് ഖുർആൻ ഒന്ന് എടുത്തു കൊടുക്കാൻ. അല്ലേ? ചില ആളുകൾ സമൂഹത്തിൽ ഇരുന്നാൽ എന്ത് എഴുതിക്കുമെന്ന് പറയൂ. അല്ലേ? ആ എഴുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു പറയൂ, ഞാൻ എല്ലാവരും മുന്നിൽ നിന്ന് എഴുതിയതാണ്, എങ്ങനെയാ തുറന്ന് പറയുക, അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ആ എഴുത്തങ്ങ് വായിച്ചേക്ക്. സംഗതി തീർന്നില്ല. ഒരു ഫോൺ കോൾ കൊണ്ട്, അതും ചിലപ്പോൾ ആരാന്റെ ഫോണിൽ നിന്നായിരിക്കും വിളിക്കുക. ഇവിടെ ഒന്ന് ഫോണോട്ടെ, എൻ്റെ മൊബൈലിൽ പൈസ ഇല്ല, ഒന്ന് ഞാൻ വിളിച്ചോട്ടെ, എന്നിട്ട് മറ്റവരെ ഫോൺ. അങ്ങനത്തെ പിശുക്കന്മാരെയും കാണാൻ സാധിക്കും. ഒന്ന് മുറിഞ്ഞ കൈക്ക് ഉപ്പ് വെക്കാത്ത സാധനങ്ങൾ, അല്ല, മുറിഞ്ഞ കൈക്ക് ഉപ്പ് വെക്കാത്ത സാധനങ്ങൾ, അവരുടെ കയ്യിൽ സമ്പത്തുള്ളത് കൊണ്ട് അവർക്കെന്ത് നേട്ടം, സമൂഹത്തിനെന്ത് നേട്ടം? മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് പരിഗണന നൽകാത്തവർക്ക് സമ്പത്തുണ്ടായാൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? ആ വ്യക്തിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഖുർആനിൽ ചില സ്ഥലത്ത് ചില പരാമർശങ്ങൾ അല്ലാഹു നടത്തിയിട്ടുണ്ട്. നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നവരെ കുറിച്ച് വിശദീകരിച്ച ഭാഗത്ത് വസയുജന്നബുഹൽ അത്ഖല്ലദി യൂതി മാലഹു യതസക്ക, ആ ഭയാനകമായ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നവർ അവർ അവരുടെ ധനത്തെ അവർ സ്വയം സംസ്കരിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നവരായിരിക്കും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിശുക്കേണ്ടതില്ല. കയ്യിലുള്ളത് തീരുവോളങ്ങ് കൊടുത്തേക്ക്. കയ്യിലുള്ളത് അന്നേരം പിന്നെ നമ്മൾ വേറെ ഹദീസ് ഓതും. എല്ലാ ഹദീസിന്റെ പിൻബലം ഉണ്ടാവും. എന്താ? സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ലേ, പ്രവാചകരെ, ഞാൻ എൻ്റെ സമ്പത്ത് മുഴുവനും ദാനം ചെയ്യട്ടെയോ, 2/3 ദാനം ചെയ്യട്ടെയോ, പകുതി ദാനം ചെയ്യട്ടെയോ? എന്നിട്ട് വിശ്വാസം എന്താ പറഞ്ഞ്, 1/3 ദാനം ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് തന്നെ അധികമാകുന്നു, ഇതല്ലേ കൂട്ടനെ ഹദീസ്, പിന്നെ നിങ്ങളിങ്ങനെ എല്ലാം ചെലവഴിക്കും എന്ന് പറഞ്ഞാൽ, എന്നാൽ വേറെയും മാർഗങ്ങൾ ഉണ്ടല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും പരസ്പരം മത്സരിച്ച രംഗം എല്ലാവർക്കും അറിയാലോ. ഖന്തഖ് യുദ്ധത്തിന്റെ സമയത്താണ് എൻ്റെ ഓർമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വേണ്ടി പൈസ സ്വരൂപിക്കുന്ന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തിന്റെ പകുതി എടുത്ത് നേരത്തെ കൊണ്ടുവന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കാത്തിരിക്കുക, ഇന്ന് ഞാൻ അബൂബക്കറെ തോപ്പിക്കുമോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നു വരുന്നു. കയ്യിൽ ഒരു ടവലിൽ ഒരല്പം നാണയം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. വന്നു, എന്നാ അബൂബക്കറെ കൊണ്ടുവന്നത്? ആ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലേക്ക് അത് ചൊരിഞ്ഞു കൊടുത്തു. ഇനി എന്താ വീട്ടിലുള്ളത്? അള്ളാഹും അവന്റെ റസൂലും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ അബൂബക്കറിനെ ഉമറിനെ തോപ്പിക്കാൻ സാധിക്കൂല.
അതും ഹദീസല്ലേ? സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു മാത്രമല്ലല്ലോ ഹദീസ്, ഇതും ചരിത്ര പശ്ചാത്തലത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള ഭാഗങ്ങളല്ലേ? അപ്പം ദൂർത്ത് ഏതിൽ പോലും പാടില്ല. പണ്ഡിതന്മാർ വിശദീകരിച്ച വിശദീകരണങ്ങൾ പരിശോധിച്ചാൽ പളപളപ്പുള്ള കുപ്പായിട്ട് ഒന്നാമത്തെ സഫിൽ വന്നാൽ തന്റെ പ്രൗഢി തെളിയിക്കാനാണ് ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നതെങ്കിൽ രണ്ടാമത്തെ സഫിലുള്ളവന്റെ നമസ്കാരം ബാത്തിലാകാൻ അത് കാരണം മതിയെങ്കിൽ ഓൻ പെടും. എന്നിട്ട് ഒന്നാമത്തെ സഫിൽ മുന്തിയ ലേറ്റസ്റ്റ് മോഡൽ ഇറക്കിയിട്ട് ഇങ്ങനെ രണ്ടാമത്തെ സഫിലുള്ള അത് തന്നെ നോക്കിയിട്ട് സലാം വീട്ടാൻ നേരെ ഇല്ലാണ്ട് ചോദിക്കുക തോണ്ടിയിട്ട് ഇത് എടുത്ത് നിങ്ങൾ എടുത്ത് സംഗതി തീർന്നില്ലേ? സംഗതി തീർന്നില്ലേ? നമ്മൾ പെരുമ എങ്ങനെ കാണിക്കല്? ഇല്ല, പെരുമ വേഷവിധാനത്തിൽ കാണിക്കും, വണ്ടിയുടെ വിഷയത്തിൽ കാണിക്കും, വീട്ടിൽ സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ട് കാണിക്കും. സാധാരണ അമ്മോശന്മാർ ഒരു പെരുമ കാണിക്കലുണ്ട്, അത് നിങ്ങൾക്ക് അറിയായിരിക്കും. എന്താ? പ്യാപ്പള വീട്ടിൽ കൂടാൻ വന്ന പ്യാപ്പളിന്റെ കൂടെ വന്ന കുറെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ഇല്ല? എന്നിട്ട് എല്ലാവരും പറയും ഒന്ന് കയറി കാണുക. കുറെ വിവരമില്ലാത്തത് കൊണ്ട് എല്ലാവരും കയറി കാണും. എന്നിട്ട് നന്നായിട്ടുണ്ട്, എന്റെ അമ്മോശന് ഉഷാറാണ്. ഏതോ ഒരു ചങ്ങായി കിടക്കേണ്ട മുറി നമ്മളെന്തിനാ കയറി കാണുന്നത്? ആരാ കിടക്കേണ്ട മുറി നമ്മളെന്തിനാ കയറി കാണുന്നത്? മൂപ്പര് പത്രാസ്, എന്നിട്ട് മൂപ്പര് കൈ കൊടുത്ത് കലക്കീരി കേട്ടാൻ അല്ലെ? മൂപ്പര് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് മുറി തീർന്ന്. നാളെ പരലോകത്ത് സിംഹാസനത്തിന്റെ തണൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 എണ്ണത്തിൽ ഒന്നെണ്ണിയത് വലത് കൈ കൊണ്ട് ദാനം ചെയ്യുന്നത് ഇടത് കൈ അറിയാതെ ചെലവഴിക്കുന്നവരാണെന്നാ. വലത് കൈ കൊണ്ട് ചില ആളുകളെ ഗാന്ധി പച്ചഗാന്ധി നീട്ടിയിട്ടാ കൊടുക്കുക, ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കത്രിക നീട്ടുന്ന മാതിരി പച്ചഗാന്ധികളെ നീട്ടിയിട്ട് അല്ലെ? പിന്നെ ചുമന്ന ഗാന്ധി നീട്ടിയിട്ട് രണ്ട് കളറിലാണല്ലേ ഗാന്ധി ഇറങ്ങുന്നത്. മറ്റേ നീലഗാന്ധി ആരും മൈൻഡ് ചെയ്യലില്ല ഇപ്പൊ, കാരണം 100 രൂപ ആരും മൈൻഡ് ചെയ്യില്ല, കാരണം ഒന്നും കിട്ടാത്ത അവസ്ഥയിലുണ്ട് 100 കൊടുത്താലും. അപ്പൊ പിശുക്കും വേണ്ട, ധാരാളിത്വം വേണ്ട. മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്ന വിഷയത്തിൽ ധാരാളം ജനം ചെലവഴിക്കുക. അവരവന്റെ വിഷയത്തിൽ ലേശം കുറഞ്ഞു പോയാലും തരക്കേടില്ല. മറ്റുള്ളവന് വേണ്ടി ചെലവഴിച്ചാൽ അതാകുന്നു പരലോകത്ത് കൂടുതൽ ലഭിക്കുക. ഒരു റേഷ്യോ നമ്മൾ പരിശോധിച്ച് നോക്കണം. ഒരു റേഷ്യോ, അവനവൻ അള്ളാഹുവിന്റെ ധനത്തിൽ നിന്ന് അവനവൻ ആസ്വദിക്കുന്നതും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും എത്രയാണ്, എത്ര അന്തരമുണ്ട് എന്ന് പരിശോധിച്ച് നോക്കണം. അതുപോലെ ധൂർത്താക്കി ചെലവഴിക്കുന്ന വിഷയത്തിൽ, ഭക്ഷണപാനീയങ്ങൾ നശിപ്പിക്കുന്ന വിഷയത്തിൽ, വസ്ത്രം ഇങ്ങനെ കാലാകാലങ്ങളിൽ ഇറങ്ങുന്ന ഫാഷൻ അനുസരിച്ചുകൊണ്ട് പാൻറ്റും ഷർട്ടും മാറ്റുന്ന ആളുകളിലിപ്പോ ഇല്ല. ഈ ഇടക്കാലത്ത് ഒരു കുട്ടിക്കുപ്പായി ഇറങ്ങിയിരുന്നത് അല്ലെ? മുതിർന്ന ആളുകൾ 55 60 വയസ്സുള്ള ആളുകളും ഷർട്ടിന്റെ നീളം ഒന്ന് ചുരുക്കൂ, ഒന്ന് ചെറുതാക്കൂ. എന്തായാലും ഓനൊരു വയസ്സല്ലാഹു നിശ്ചയിച്ചിട്ടില്ലേ? എല്ലാവർക്കും അറിയില്ലേ ഈ ചങ്ങായിക്ക് 45 50 55 വയസ്സായി ചെറിയ ഷർട്ട് ഇട്ടുകൊണ്ട് ആരെങ്കിലും ചെറുതാവോ? പിന്നെ തലയിൽ അത്രേ കിഡ്നി ഉള്ളുവെങ്കിൽ അത് മാത്രമേ അവലംബമാക്കാൻ സാധിക്കുള്ളൂ. ചെറിയ ഷർട്ട് ഇട്ടുകൊണ്ട് ഇല്ല. എന്നിട്ട് ആരെങ്കിലും ഏതെങ്കിലും കളിക്കാരെ എന്തെങ്കിലും തലശ്ശേരിയൊക്കെ സിയാറിൽ വന്നാൽ ചില കുട്ടികൾ, ആ കുട്ടിയുടെ രക്ഷിതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഉണർത്താൻ പറയുന്നതാണ്. ഒരു കുട്ടി വന്നു ഭയങ്കര സ്റ്റൈലില്, ഒരു കോളറസ് ബനിയനോ, മുട്ടിന് താഴെ 1 ഇഞ്ച് താന്നുള്ള സാധനം, ബർമുട അല്ലേ? ഞാൻ ചോദിച്ചവനോട് കളിക്കാനാ വന്നിരുന്നു. ഖുറാൻ പഠിക്കാൻ അങ്ങനെ ഇല്ലല്ലോ ഇവരെ, കളിക്കാൻ അല്ലേ? എന്നിട്ട് മുടിയോ ഗംഭീര മോഡലും. ഓൻ്റെ അടുത്ത് എന്താ ഉള്ളത്? ഒന്നുമില്ല, ആ കുപ്പായും ട്രൗസറും മുടിയും. വാങ്ക് കേട്ടതിന് ശേഷമുള്ള പ്രാർത്ഥനയില്ല, ഒന്നുണ്ടാക്കിയ ശേഷമുള്ള പ്രാർത്ഥനയില്ല. ഓന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹി നുശൂർ എന്ന് പറഞ്ഞിട്ടില്ല. മദ്രസയിലെ 7ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഓന്റെ പൊരയിലുണ്ട് താനും. മോഡൽ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇനിയിപ്പോ മോഡലാക്കി നടക്കുന്ന യുവാക്കൾ ക്ഷമിച്ചേക്ക് വേണമെങ്കിൽ, എനിക്ക് വേണ്ടി ക്ഷമിക്കുക വേണ്ട. മോഡലായി നടക്കുന്ന യുവാക്കൾ അല്ലെ, അവരുടെ ആത്മീയ ലോകത്ത് ജീവിതത്തിന് വേണ്ടി എന്താ ഒരുക്കി വെച്ച്? അതുകൊണ്ട് വീടെടുക്കുന്ന വിഷയത്തിൽ ഇസ്രാഫ് വേണ്ടതില്ല. ഭക്ഷണം വിളമ്പുന്ന വിഷയത്തിൽ എന്തായാലും നമ്മൾ ചോദിക്കും, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ലൈഫഹു. ഇല്ല, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്റെ അതിഥിയെ ആദരിക്കട്ടെ. ഈ അതിഥിയെ ആദരിക്കല് ഈ അതിഥി തന്നെ പേടിച്ചോടുന്ന രൂപത്തിൽ മേശപ്പുറത്ത് വിളമ്പി വെക്കുക അല്ലെ? ഒരാളെ കൊണ്ടുപോയിട്ട് 14 ആളുകൾക്ക് ഭക്ഷിക്കേണ്ട ഭക്ഷണം കൊണ്ടുവച്ചാല് ഓന്റെ എല്ലാ വിശപ്പും കഴിക്കാനുള്ള മൂടും അതോടുകൂടി തീരും. പിന്നെ എന്ത് ചെയ്യാനാ? എന്നിട്ടും അറിയാം ഗംഭീര അല്ലേ? ഇതെല്ലാം ആരുണ്ടാക്കിയ? നിന്റെ ഓക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, ഓളെ ഉമ്മ നല്ലോണം ഉണ്ടാക്കും, അമ്മായിനെ പേറ്റുക അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ട് ചില വ്യാപ്പളാറ് അല്ലേ? ഇപ്പോൾ ഏതൊരു സുഹൃത്ത് എന്നോട് പറയും, നിങ്ങൾ തലശ്ശേരിയിൽ വന്നാൽ വ്യാപ്പളാറെ പറയാതെ പോക്കില്ല, ക്ലാസ്സിൽ അത് തന്നെ പറയും. നിങ്ങൾക്ക് ബേജാറാവണ്ട, വ്യാപ്പളാർക്ക് ബേജാറാവേണ്ടതില്ല. അങ്ങനെ ഇസ്ലാമിൽ അങ്ങനെ സംസ്കാരം ഇല്ലല്ലോ, അതുകൊണ്ട് ധൈര്യമായിട്ടാണ് പറയുന്നത്.
ഇൻഷാ അല്ലാഹ്. അപ്പോ വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ, അധികം അമിതത്തോടുകൂടി ചെലവഴിക്കുകയുമില്ല, നന്നെ പിശുക്കുകയുമില്ല. ആവശ്യത്തിന് ചെലവഴിക്കണം അല്ലെ. ചില ആളുകൾ ഒന്നും തിന്നൂല അല്ലെ. ഒരു ഓറഞ്ച് 2 ഓറഞ്ച് വാങ്ങിയിട്ട് 4 മക്കളുണ്ടെങ്കിൽ എല്ലാം പൊട്ടിച്ച് പകുതിയാക്കിയിട്ട് മൂപ്പര് ഒരെണ്ണം ഓറഞ്ച് തിന്ന്. ഇങ്ങനെ ആവേണ്ടതില്ല ഇല്ല. ഇങ്ങനെ സീസണൽ ഫുഡ് സാധിക്കുന്ന ആളുകൾക്ക് വാങ്ങിക്കഴിക്കാം. അതിന് മക്കളെയും കൂട്ടി മക്കൾക്ക് നോമ്പുണ്ടെങ്കിൽ പല രക്ഷിതാക്കളും ഭാര്യമാർ മക്കളെ കൂട്ടി കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകില്ല. എന്താ കാര്യം തരോ, ഇന്നുകൂടിയില്ലേ അത് നോക്കണോ ഇത് നോക്കണോ, എന്റെ ഇബാദത്ത് പോകും. ഭയങ്കര വർത്താനം കേട്ടവർക്ക് ഇപ്പൊ ഒരു ഭയങ്കര ഇബാദത്താന്ന ഇല്ല എന്നറിയോ. ഇതിങ്ങനെ കൊണ്ടുപോയി കൂട്ടി ഉപ്പ അത് വാങ്ങാം, ഉപ്പ ഇത് വാങ്ങാം, ഇതൊന്നും നമുക്ക് പിന്നെ വാങ്ങാം എല്ലാം പിന്നെയാണ്. ലോട്ടറിക്കാരൻ പറയുന്ന മാതിരിയാണ് അല്ല. പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ സീസണൽ ഫുഡ് അല്പം വാങ്ങിക്കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അവിടെയും പിശിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ മറ്റുള്ളവർ ആരെങ്കിലും ഫ്രണ്ട്സിനെ കൂട്ടി വീട്ടിലേക്ക് വന്നാലോ ഭയങ്കര ധാരാളിത്വം ഇല്ല. അല്ലെങ്കിൽ അങ്ങാടിയിൽ പാട്ടാവും, ഇവനത്ത് പൈസ എന്നിട്ട് കാര്യമില്ല, പിശിക്കാനാണെന്നുള്ളത്. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കുക. ചെലവഴിക്കുമ്പോൾ മിതത്വം പാലിക്കുക, പിശുക്ക് കാണിക്കാതിരിക്കുക. ഇതും പരമകാരുണ്യകന്റെ അടിയാന്മാരുടെ ഗുണവിശേഷമാണ്. മറ്റൊന്ന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഖുർആൻ. വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽക അസാമ. ആ ആയത്തിൽ 68-ാമത്തെ ആയത്തിൽ 3 കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഒന്ന് തൗഹീദാണ്. ഇബാദുർ റഹ്മാൻ പരമകാരുണ്യകന്റെ അടിയാന്മാർ ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവോട് കൂടെ വേറെ ഇലാഹിനെ വിളിച്ചു പ്രാർത്ഥിക്കാത്തവരായിരിക്കും. ഏത് സന്നിഗ്ധ ഘട്ടത്തിലാവട്ടെ അല്ലാത്ത ഘട്ടത്തിലാവട്ടെ എന്ത് കാര്യവും അല്ലാഹുവിനോട് മാത്രം ചോദിക്കുന്ന പ്രകൃതക്കാരനായിരിക്കും ഇബാദുർ റഹ്മാൻ പരമകാരുണ്യകന്റെ അടിയാന്മാർ. അല്ല, നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ. പൊതുവെ സാധാരണഗതിയിൽ വിശ്വാസികൾക്ക് നഷ്ടപ്പെടുന്നത് തവക്കുലാണ്. എന്താ കാരണം? ഭരമേൽപ്പിക്കുക എന്നുള്ളത് ഖദറിലാണ് വിശ്വാസം കുറവും ഇല്ല. ചില സുഹൃത്തുക്കളുടെ തലശ്ശേരി ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ഖദറിൽ വിശ്വസിച്ചാൽ വീട്ടിൽ സമാധാനം ഉണ്ടാവും. ഖദറിൽ വിശ്വസിച്ചാൽ വീട്ടിൽ സമാധാനം ഉണ്ടാവും. അന്നേരം നിങ്ങൾ പറയും, നമ്മളൊക്കെ ഖദറിൽ വിശ്വസിച്ചിട്ടല്ലേ മോമിനീങ്ങളായത് അല്ലേ? എന്താ ഈമാൻ കാര്യത്തിന്റെ അവസാന ഭാഗം, വൽഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, നന്മയും തിന്മയുമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാകുന്നു എന്ന് നമ്മൾ ചൊല്ലി പറഞ്ഞിട്ടുണ്ട്. വേണ്ട വിശ്വാസം ഉള്ളിലേക്ക് എത്തിയിട്ടില്ല. ഖദറിൽ വിശ്വസിക്കുന്നതിന് ഒരു ഉദാഹരണം, നിങ്ങൾ ഇന്ന് ഒരു വില കൂടിയ സാധനം ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു എന്ന് വെക്കുക. താഴെ വീണാൽ ഉടഞ്ഞു പോകുന്നൊരു സാധനം കൊടുത്തു, അല്ലെങ്കിൽ ഭാര്യയോടൊരു ഇഷ്ടം കാരണത്താൽ വേറെന്തെങ്കിലും പൊന്നോ ചുരിദാറോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള സാധനം കൊണ്ടു കൊടുത്തു. ഇത് ഇന്നത്തെ ദിവസം തന്നെ നശിച്ചു പോയി, പൊളിയുന്ന ഉടഞ്ഞു പോകുന്ന സാധനമാണെങ്കിൽ ആ അശ്രദ്ധ കൊണ്ട് നിലത്ത് വീണുടഞ്ഞു. നിങ്ങൾക്ക് പറയാൻ സാധിക്കോ ഖദറാണ്? ഭാര്യ പറയാണ് നിങ്ങൾ കൊണ്ടുത്തന്ന സാധനം നഷ്ടപ്പെട്ടു. അപ്പോൾ ഭർത്താവ് പറയണം അള്ളാഹുവിന്റെ ഖദറാണ്. നടക്കുവോ? നിങ്ങൾ ഇതങ്ങനെ മരം പോലെ ഇരിക്കുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ? അങ്ങനെ ചോദ്യത്തിന് നിങ്ങളിപ്പോ ഈ പണ്ട് സുഞ്ഞള വയതിന് പോയാലും കണ്ണുറഞ്ഞിട്ട് ഉറങ്ങലുണ്ട്. പണ്ട് വയതിന് പോയാൽ അറിയുന്ന അത് 10:30 തുടങ്ങാൻ, അപ്പോഴേക്കാളും ഏകദേശം ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഒരു നോക്കി പേടിപ്പിക്കുന്ന ഒരു ഇരുത്തായിരിക്കും അല്ലേ? അല്ല, നമ്മൾ ഒരു നല്ല സാധനം, വില കൂടിയ സാധനം ഭാര്യ കൊണ്ടുകൊടുത്തു, ഇന്ന് നഷ്ടപ്പെട്ടു. ഇന്ന് തന്നെ ഒന്നുകിൽ ചൂരിദാറ് അവളെ കയ്യിൽ നിന്ന് ഇസ്ത്രി അയൺ ചെയ്യുന്ന സമയത്ത് അത് കത്തിപ്പോയി, പൊന്നാണെങ്കിൽ എവിടെയെങ്കിലും അശ്രദ്ധമായി വെച്ച് അതിന്റെ ആവശ്യക്കാരൻ എടുത്തുകൊണ്ടുപോയി. ഇങ്ങനെ എന്തെങ്കിലും നടന്നാൽ ഭർത്താവിന് പറയാൻ സാധിക്കോ ഖദറാണ്? ഇനി അവൾ ഇങ്ങോട്ട് പറഞ്ഞു എന്ന് കരുതുക ഇത് ഖദറാണ്, നമ്മൾ ചൂടാവാതിരിക്കുവോ? നിങ്ങളുടെ ജീവിതത്തിലുള്ളൊന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചൂടാവും അല്ലേ? ഇനി ചൂടാവണ്ട, ഖദറാണ്. ഇനി ചൂടാവേണ്ടതില്ല. ഭാര്യ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ ഭാര്യനോട് പറയാ അത് ഖദറാണ്. ഭാര്യയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചെന്തെങ്കിലും നാശവാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനോട് പറയാ അതും ഖദറാണ്. ടെൻഷൻ ഉണ്ടാവും വീട്ടിൽ? ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ തോന്നുന്നു അതൊന്നും പറയാൻ സാധിക്കൂല അല്ലേ? പറയാൻ സാധിക്കൂല. കാരണം നമ്മൾ പോലീസാണല്ലേ, ഭാര്യന്റെ പോലീസാണ്. ഇല്ല, സാധാരണ ഭർത്താവ് തന്നെ അങ്ങനെ ധരിച്ചതിന് ഭാര്യന്റെ പോലീസ്,
ഭാര്യയെ നല്ല നടപടിക്ക് വിധേയമാക്കുന്നവരാണ് ഭർത്താവ് എന്നാ സാധാരണ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ ഖദറിൽ വിശ്വസിച്ചാൽ ടെൻഷൻ ഉണ്ടാവില്ല. ഈ ഖദറിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഈ ലവ് എന്ന ക്ലോസ് വരുന്നത്, അറബിയിൽ ലവ് എങ്കിൽ അല്ലെ. വീട്ടിൽ നിന്ന് അവസാനം ഭാര്യ ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ അവസാനത്തെ നിമിഷം പറയാൻ നിന്നു. അങ്ങനെ ബസ് പോയി കഴിഞ്ഞാൽ ഖദറാന്ന് പറയോ? ബസ് പോയാൽ ഖദർ ഇല്ല. ഇനിയിപ്പോ വൈകി ഇറങ്ങി കാർ എടുത്തിട്ട് റോട്ടിലേക്ക് ഇറങ്ങിയപ്പോ അടുത്തൊരു വണ്ടി വന്ന് അടിച്ചു. എന്നിട്ട് ഭാര്യയോട് പറയാ, നീ ഞാൻ വിളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ കടന്നു പോയിന്. ഒരിക്കലുമില്ല. അത് സംഭവിക്കാനുള്ളത് കൊണ്ടാണ് ആ തിരിച്ചു വിളി ഉണ്ടായതും താമസിച്ചതും. അത് അടിക്കണം എന്നുള്ള നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. നടക്കുവോ? ഖദറാണ്. നല്ല രസമുണ്ടാവും വീട്ടില്. ഖദർ എന്ന് പറഞ്ഞാൽ ഭയങ്കര തമാശയായിരിക്കും. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുന്നു എന്നിട്ട് ഇല്ല. ഒന്ന് വീട്ടിൽ ചെന്നപ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഓക്കെ തലവേദനയും പനിയും, അള്ളാഹു ശിഫിയാക്കുമാരാകട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ബേജാറാവണ്ട. ഇനി അയിമലും വിശ്വാസിക്ക് നഷ്ടപ്പെടുന്ന ഓന്റെ നാവുമൊന്ന് വീണ പോലെയാണ്. അതും ശിർക്കാണ്. അപ്പൊ വീട്ടിലൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിൽ ഇന്ന് അള്ളാഹുവിന്റെ നിശ്ചയം അതാണ്, ഖദറാണ്, ഇന്ന് ഇങ്ങനെയാണ്. നടക്കുവോ? ഇല്ല. വില കൂടിയ മത്സ്യം വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് ആ വെച്ച വെപ്പ്, ആ പാചകം ചെയ്യൽ നമുക്ക് തൃപ്തികരമായിട്ടില്ലെങ്കിൽ ഓള് പറയാണ്, എന്താ ചെയ്യാ, ഖദറാണ്, ഇന്ന് ഇങ്ങനെ ആയിപ്പോയി. എങ്ങനെ ഉണ്ടാവും? അടുത്ത വീട്ടുകാരെല്ലാം അറിയോ നമ്മൾ ഒച്ച? ഇല്ല. ചിലപ്പോൾ ഈ ഖദർ എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കഷായം കുടിച്ച മാതിരി ഇങ്ങനെ എന്താ പറയേണ്ടതില്ലേ, ഖദറുണ്ടല്ലോ അല്ലേ. എന്നാ ചിരിച്ചുകൊണ്ടെന്ന് പറയാം, ഖദറാണ്, നീ പ്രയാസപ്പെടേണ്ടതില്ല, അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചത്. നടക്കുവോ? എന്നാ നടക്കണം. മുജാഹിദ് എന്ന് പറഞ്ഞാൽ പോരാലോ, ലേശൊരു ട്രെയിനിങ് അല്ലേ. എല്ലാം ഞാൻ അവിടെ എത്തുന്നവരെ ബസ്സിലിരുന്നാലോ കാറിലിരുന്നാലോ ഖദറാണ്. ഇനി കാറിൽ ഇരുന്നിട്ട് ഖദർ ആലോചിച്ചിട്ട് കൊണ്ടുപോയിട്ട് ഇലക്ട്രിക് പോസ്റ്റിന് കാറ് കുത്തിയാലോ അതും ഖദറാണ്. എല്ലാം ഖദറാണ്. വല്ലദീ ഖദ്ദറ ഫഹദ, അവനാകുന്നു നിർണയം ചെയ്തവനും എന്നിട്ട് മാർഗദർശനം നൽകുകയും ചെയ്തവൻ. 4-ാം മാസം പലരും പറയാറില്ലേ, 4-ാം മാസം തലേ ചെയ്തത് മായ്ക്കാൻ സാധിക്കൂല. അത് വെറുതെ പറഞ്ഞല്ല. 120-ാമത്തെ ദിവസം ഗർഭാശയത്തിലേക്ക് അള്ളാഹു മലക്കിനെ അയക്കുകയും 4 കാര്യങ്ങൾ രേഖപ്പെടുത്തും. ഈ ജന്മം കൊള്ളേണ്ട വ്യക്തി പ്രവർത്തിക്കുന്ന പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം, അവന്റെ ആയുസ്സിനെ സംബന്ധിച്ചിടത്തോളം, അവന്റെ ഉപജീവനത്തെ സംബന്ധിച്ചിടത്തോളം, ഇവൻ സ്വർഗവാസിയാണോ അല്ലെങ്കിൽ ദൗർഭാഗ്യവാനാണോ സൗഭാഗ്യവാനാണോ. അപ്പൊ എല്ലാം നേരത്തെ നിശ്ചയിച്ചതേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ഖദറിൽ വിശ്വസിക്കുക. ക്ലാസ് കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഗുണങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഖദർ ഇല്ല, എന്ത് സംഭവിച്ചാലും ഖദർ അല്ലേ. ചോദിക്കോ, റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്കിന്റെ നടുവിൽ ഒരുത്തം പോയിട്ട് വണ്ടി വന്ന് മരിച്ചാലോ അതും ഖദറാണ്. അതും അങ്ങനെ അള്ളാഹുവിന്റെ തീരുമാനം, അത് നടപ്പിലാകും. അപ്പൊ ഖദറിൽ വിശ്വസിക്കുക. അള്ളാഹുവോട് കൂടെ വേറെ ഇലാഹിനെ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതില്ല. അള്ളാഹു സൂറത്ത് സുമറിൽ ചോദിച്ചു, അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹു അല്ലേ തന്റെ അടിയാന് മതിയായവൻ, അള്ളാഹു പോരടോ നിനക്ക്? അള്ളാഹുവിന്റെ ചോദ്യമാണ്. ഭൂരിപക്ഷം മാപ്പിളമാരും പറയുന്നു അള്ളാഹു പോരാ, ഔലിയാക്കന്മാരും വേണോ? അള്ളാഹു പോരാ, ഔലിയ എന്തിനും കഴിവുള്ള പടച്ച തമ്പുരാൻ. അതുകൊണ്ട് എന്ന് സൂറത്ത് മൂമിനൂന്റെ അവസാന ഭാഗത്ത് കാണാം. അള്ളാഹുവോട് കൂടെ വേറെ ഇലാഹുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന്, നേർച്ച വഴിപാടുകൾ നടത്തുന്നതിന്, അള്ളാഹു അല്ലാത്ത ഇലാഹുകളെ മൊഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ അബൗദികമായ മാർഗത്തിലൂടെ സഹായിക്കുമെന്ന വിശ്വാസത്തോടു കൂടി അദ്ദേഹത്തെ അള്ളാഹുവിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചാൽ അത് തന്നെ മതി മതത്തിൽ നിന്ന് പുറത്തു പോകാൻ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അല്ലെ. ആരെങ്കിലും ഇപ്പോ റമദാൻ മാസമാണ്, റമദാൻ മാസം ശിർക്കിയല്ല ആള് ഇല്ല. റമദാൻ മാസത്തിൽ ശിർക്കല്ലേ? 16-ാം തീയതി 17-ാം തീയതി ബദരീങ്ങൾ ആണ്ടല്ലേ. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും തൊട്ടടുത്ത നമ്മുടെ മഹലിൽ നിന്ന്, അടുത്ത പള്ളിയിൽ നിന്ന് പിരിവിന് വേണ്ടി വന്നു കഴിഞ്ഞ കൊല്ലം കൊടുത്ത വീടാണ് ബദരീങ്ങൾ ആണ്ടിന്. ഇക്കൊല്ലം വന്നാലോ അത് ശിർക്കാണെന്ന് മനസ്സിലാക്കിയാൽ മടക്കുവോ? അന്നേരം അതിന് ആയത്ത ഓതുക, അത് ഇവിടെ എല്ലാ കൂട്ടരെ പറഞ്ഞ്, അത് പ്രയാസപ്പെട്ടുകൊണ്ട് ചോദിച്ചു വരുന്നവനെയാണ് മടക്കേണ്ടതില്ല എന്ന് പറഞ്ഞ്. ശിർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുത്തൻ കോപ്പ് കൂട്ടാൻ വേണ്ടി വന്നാൽ ബദരീങ്ങളാണ്ടിന്റെ പൈസയാണ് അബൂബക്കർ എന്ന് പറഞ്ഞാൽ അഹമ്മദ് ഹാജിക്ക സാധന ആജിയമാരേത് വരിക, ഓരോ കോൺട്രിബ്യൂഷൻ അതിൽ ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത് അള്ളാഹു ആയാലും.
മറ്റുള്ളവരത് പിരിക്കാൻ അല്ലേ, ഇവിടെ സാധനത്തിനൊക്കെ വില കൂടിയുണ്ട്, ഭയങ്കര പ്രശ്നമാണ്, കഴിഞ്ഞ കൊല്ലം തന്നത് പോരാ. അന്നേരം മൂപ്പര് മറുപടി, അബൂബക്കറിന്റെ മറുപടി, ഇക്കൊല്ലം തീരെ ഇല്ല. നടക്കുവോ? മുഖത്ത് നോക്കിയിട്ട് പറയാൻ അത് ശിർക്കാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാഹു അല്ലാത്ത ബദരീങ്ങൾക്ക് ആരാധനകൾ അർപ്പിക്കുന്നത്, അവരോട് വിളിച്ചു തേടുന്നത്, അവർക്ക് ഫാത്തിഹ യാസീൻ നേർച്ചയാക്കുന്നത്, അവരുടെ പേരിൽ ആണ്ട് കഴിക്കുന്നതൊക്കെ ശിർക്കാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആജിക്ക എന്നോടൊന്നും തോന്നേണ്ടതില്ല, ഞാൻ പൈസ തരുത്ത് നിർത്തി. നടക്കുവോ? നമ്മൾ ചില ആളുകൾ പറയാറുണ്ട്, കച്ചവടക്കാരൻ എന്താ എങ്ങനെയാപ്പ വീടിന്റെ മുന്നിൽ വന്ന മടക്ക് എല്ലാം പരിചയക്കാരാണ്. ആരാ പരിചയമില്ലാത്ത? അള്ളാഹു. അള്ളാഹുവിന് പരിചയമില്ലാത്തത് കൊണ്ട് അള്ളാഹു പറയുന്നത് കേൾക്കേണ്ടതില്ലല്ലോ. ബാക്കിയെല്ലാം പരിചയക്കാരാണ്. ഇല്ല, അള്ളാഹു ഖുർആനിൽ 2-ാമത്തെ അധ്യായം സൂറത്ത് ബഖറ 165 വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാ വലൗ യറല്ലദീന ളലമൂ ഇദ് യറൗനൽ അദാബ അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅൻ വ അന്നല്ലാഹ ശദീദുൽ അദാബ്. മനുഷ്യരിലുണ്ട് ചില ആളുകൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ അള്ളാഹു അല്ലാത്തവരെയും ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്ന ചിലർ. സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് അതികഠിനമായ ഇഷ്ടമുള്ളവരാകുന്നു. അള്ളാഹുവിനോട് ഹുബ് ഉണ്ടാവോ? എന്റെ പടച്ചവനെ എനിക്കിഷ്ടം, എന്റെ പടച്ചവനാണ് ഇഷ്ടം, എന്റെ പടച്ചവൻ പറഞ്ഞതിനപ്പുറത്ത് ഞാൻ ഒന്നും ചെയ്യൂല, എന്റെ പടച്ചവൻ പറയാത്തതും ഞാൻ ചെയ്യൂല, പറഞ്ഞത് മാത്രമേ ചെയ്യുള്ളൂ. അള്ളാഹുവിനോടൊരു ഇഷ്ടം പ്രഖ്യാപിക്കുക അല്ലെ? സാധാരണ കയ്യിലിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയില്ലേ അല്ലെ? ചില ആളുകൾക്ക് ഭാര്യനെ ഇഷ്ടമാണ് ഭയങ്കരം, അതൊന്നും എന്തായാലും ഉണ്ടാവില്ല. അത് പോട്ടെ, ഭാര്യനെ ഇഷ്ടമാണ്, എന്താണ് ഭർത്താവിന് ഇഷ്ടമാണല്ലേ, അതുപോലെ മക്കളെ ഇഷ്ടമാണ് അല്ലെ? അവനവനെ തന്നെ ഇഷ്ടമില്ലല്ലോ. നിങ്ങൾ പരിശോധിച്ച് നോക്കുക, അവനവനെ തന്നെ ഇഷ്ടമുണ്ടോ? അവനവനെ തന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നലി നഫ്സിക അലൈക ഹഖ വഇന്നലി ജസദിക അലൈക ഹഖ വഇന്നലി ഐനിക അലൈക ഹഖ. നിന്റെ ശരീരത്തിനോട്, നിന്റെ ആത്മാവിനോട്, നിന്റെ കണ്ണിനോട് നിനക്ക് ബാധ്യതയുണ്ട്. അവനവന്റെ നഫ്സിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഈ നഫ്സിനെ, ശരീരത്തെ നരകത്തിൽ ആപതിക്കാതിരിക്കുവാൻ വേണ്ടി നമ്മൾ കഠിനമായി പരിശ്രമിക്കൂലേ? ചുരുക്കത്തിൽ നമുക്ക് നമ്മളോട് ഇഷ്ടമില്ല. നമുക്ക് എന്തിനോട് ഇഷ്ടമുള്ളൂ? ഭൗതിക ചുറ്റുപാടിൽ നാം തിളങ്ങി മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ എല്ലാം പൊന്നാണെന്ന് കണക്കാക്കിക്കൊണ്ട് തിളങ്ങി നിൽക്കുന്ന വസ്തുക്കളുടെ പിന്നാലെ നാം പോകുന്നു. അതിനെയാണ് ഇഷ്ടം, നമുക്ക് നമ്മളോട് ഇഷ്ടമില്ല. അതുകൊണ്ട് ശിർക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും കടന്നു വരരുത്. ശിർക്കിനെ പ്രോത്സാഹിപ്പിക്കരുത്, ശിർക്കിന് സഹായം ചെയ്തു കൊടുക്കരുത്. ശിർക്കിനെ പ്രോത്സാഹിപ്പിക്കരുത്, ശിർക്കിന് സഹായം ചെയ്തു കൊടുക്കരുത്. ഈ വരുന്ന റമദാനിലെ 17-ാമത്തെ ദിവസത്തിൽ അത് ആഘോഷിക്കുവാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്ന മുഴുവൻ ആളുകളെയും മടക്കണം. ആര് തന്നെ ശൈഖിന്റെ പള്ളിന്റെ ആണ്ടിന്റെ പൈസ കാണുന്നാലും അത് മടക്കണം. എന്താ? അല്ലാത്ത വേറെന്തെങ്കിലും വിഷയത്തിന് നമുക്ക് സഹകരിക്കാം. അള്ളാഹുവിനോട് ശത്രുത പുലർത്തുന്ന ഒരു വിഷയത്തിൽ സഹകരിക്കാൻ പാടില്ല. കൂട്ടരൊന്ന് ആലോചിക്കണം, യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവർ അള്ളാഹുവിന്റെ ശത്രുക്കളാണ്. എന്താ കാരണം? ഭൂമുഖത്ത് അള്ളാഹുവിന്റെ വായു, വെള്ളം, ഭക്ഷണം, അവനവന്റെ ശരീരത്തിൽ അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ, ഇത് മുഴുവനും ആസ്വദിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത, ഒരു സൃഷ്ടിപ്പിന് പോലും സാധിക്കാത്ത, സ്വന്തത്തെ തന്നെയും സഹായിക്കാൻ സാധിക്കാത്തവരാണെന്ന് ഖുർആൻ വെളിപ്പെടുത്തിയ മരണപ്പെട്ടു പോയ ഇലാഹുകൾക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ വേണ്ടി സഹായം ചെയ്തു കൊടുക്കുന്നവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ശത്രുവല്ലേ? അതുകൊണ്ട് ഗുണം ഒന്ന് പറഞ്ഞത്, ഒരിക്കൽ പോലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാത്തവരാകുന്നു. രണ്ടാമത്തത്, വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ആ ആയത്തിനെ കുറിച്ച് മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചത്, വലാ യഖ്തുലൂന നഫ്സല്ലതി, അവിടെ ആത്മാവിനെയാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഹറമ എന്നത് കൊലപാതകത്തെ കുറിച്ചാകുന്നു, ആ പുണ്യമാകുന്നെന്ന്. ആ കൊലയെ സംബന്ധിച്ചാണെങ്കിൽ അത് നിഷിദ്ധമാകുന്നു. ആത്മാവിനെ സംബന്ധിച്ചാണെങ്കിൽ അത് പുണ്യമാണെന്നും കൊലയെ സംബന്ധിച്ചിടത്താണെങ്കിലും അത് നിഷിദ്ധമാണെന്നും. ആത്മാവിനെയാണെങ്കിൽ പുണ്യമായ ആത്മാവിനെ വധിക്കുവാൻ അള്ളാഹു അനുവാദം നൽകുന്നില്ല. ഇതിൽ എന്തൊക്കെ പെടാം? കുട്ടികൾ ജനിക്കാതിരിക്കുവാൻ വേണ്ടി അബോർട്ട് ചെയ്യുന്നത് വരാം, സാമ്പത്തിക ഞെരുക്കങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് വിഷം കൊടുത്ത് കൊല്ലുന്നത് വരാം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരാം. പരസ്പര വൈരാഗ്യമുള്ള കാരണത്താൽ ഒരു സിഗരറ്റിന് വേണ്ടിയിട്ട് ആളെ കൊല്ലുന്ന കാലഘട്ടത്തിലല്ലേ ജീവിക്കുന്നത്? ഒരൊറ്റ സിഗരറ്റ് അല്ലേ, തീപ്പെട്ടിക്ക് ചോദിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അടുത്ത വിഷയം കുത്താൻ.
അള്ളാഹു പറഞ്ഞു സിറാത്ത് വ്യക്തമാക്കുന്നിടത്ത് 6-ാമത്തെ അധ്യായം സൂറത്ത് അന്നാമിലെ 151 152 ആയത്തുകളിലും 17-ാമത്തെ അധ്യായം സൂറത്ത് ഇസ്രായേൽ 33 34 ആയത്തുകളിലും പരിശോധിച്ച് നോക്കിയാൽ 9 കാര്യങ്ങൾ അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് വല തഖ്തുലു നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അള്ളാഹു പവിത്രമാക്കിയ ആത്മാവിനെ ന്യായപ്രകാരമല്ലാതെ കൊല്ലാൻ പാടില്ല. യുദ്ധമുഖത്താണെങ്കിൽ ഇസ്ലാമിക വിഷയത്തിൽ രണ്ട് കക്ഷികൾ തമ്മിൽ അള്ളാഹുവെ ആരാധിക്കുന്നവരും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരും തമ്മിലുള്ള യുദ്ധമുഖമാണെങ്കിൽ അവിടെ പ്രതിക്രിയ ചെയ്യാം, അവിടെ കൊല നടത്താം. അതാ ന്യായപ്രകാരമുള്ള കൊല. അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടത്തിന് മാത്രമേ ഒരാളെ വധിക്കാൻ ഇസ്ലാമിക ലോകം അനുവാദം നൽകുന്നുള്ളൂ. വലാ തഖ്തുലു നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. മൂന്നാമത് പറഞ്ഞത് വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയുമില്ല. ഒന്ന്, ഈ ആയത്തിൽ പറഞ്ഞത് അല്ലാഹു അല്ലാത്ത ഇലാഹുകളെ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല, ഒരാളെയും അന്യായമായി കൊലപ്പെടുത്തുകയില്ല. മൂന്നാമത് പറഞ്ഞത് വ്യഭിചരിക്കുകയില്ല. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കളിയിൽ യഥാർത്ഥത്തിൽ ഫക്കീറന്മാർ ആസ്വദിക്കേണ്ടി വരുന്നുണ്ട്. ഇല്ല, വരൂലേ? ഈ കളി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കുറെ ഉടുവസ്ത്രം വാങ്ങാൻ പൈസയില്ലാതെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളൊക്കെ പുറത്താക്കാൻ വേണ്ടി ഗതികെട്ട് കുറെ ആളുകളില്ലേ? ഇല്ല. ഉടുവസ്ത്രം വാങ്ങിയിട്ട് മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവരുടെ അവയവങ്ങൾ പുറത്തു കാണിക്കാൻ നിർബന്ധിതരാകുന്നത്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തണം. ഇങ്ങോട്ട് ആ നാട്ടിലേക്ക് വസ്ത്രങ്ങൾ കയറ്റിയേക്കണം, എന്നിട്ട് എല്ലാവരെയും സമ്പൂർണ്ണമായി വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യണം. മറ്റൊന്ന്, ഞാൻ ചില ക്ലാസ് പറയാറുണ്ട് സഹോദരിമാരോട്, ഈ 12-ാമത്തെ വയസ്സിൽ ധരിച്ച പർദ്ദയായിരിക്കും ചില പെണ്ണുങ്ങൾ 48 വയസ്സിലും ധരിക്കുക. 12 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള 36 വർഷക്കാലത്ത് ശരീരത്തിന് വരുന്ന പുഷ്ടി കാരണം പർദ്ദ ടൈറ്റ് ആയിരിക്കും. അത്തരം സഹോദരിമാരാരെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിൽ ഒരു ലൂസുള്ള പർദ്ദയുമായി ചെല്ലുക, ഒരു കോംപ്ലിമെന്റ്. ഇത് പർദ്ദയാണ്, നിന്റെ പർദ്ദ ഇറുകിയിട്ട് കണ്ടിട്ട് ഭയങ്കര പ്രയാസമുണ്ട്, നീ 12-ാമത്തെ വയസ്സിലിട്ട പർദ്ദ തന്നെയല്ലേ ഇപ്പോൾ ധരിക്കുന്നത്, അതുകൊണ്ട് നീ നാളെ മുതൽ ലൂസ് പർദ്ദ ധരിക്കണം. നടക്കുവോ? ഈ അർദ്ധനഗ്നത ആസ്വദിക്കുന്നത് വ്യഭിചാരമല്ലേ? മറ്റുള്ളവരുടെ അല്ലേ ലിംഗവ്യത്യാസമുള്ള ആളുകൾ പരസ്പരം നോക്കി ആസ്വദിക്കുന്നത് വ്യഭിചാരമല്ലേ? അല്ലെ? കണ്ണിന്റെ നോട്ടം കണ്ണിന്റെ വ്യഭിചാരമാകുന്നു, കാതിന്റെ കേൾവി കാതിന്റെ വ്യഭിചാരമാകുന്നു, നാവിന്റെ സംസാരം നാവിന്റെ വ്യഭിചാരമാകുന്നു, കൈയിന്റെ പിടിക്കൽ കൈയുടെ വ്യഭിചാരമാകുന്നു, കാലുകൊണ്ട് ആ വിഷയത്തിലേക്ക് നടന്നെടുക്കാനുള്ള കാലിന്റെ വ്യഭിചാരമാകുന്നു എന്ന് പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിക്ക് ടിവിന്റെ മുന്നിൽ ഇരുന്നിട്ട് എല്ലാ ഔറത്ത് പുറത്താക്കിയ പെണ്ണിനെ നോക്കി ആസ്വദിക്കുക. നല്ല കോലം അല്ലേ? അവിടെയാണ് സോഷ്യൽ വെൽഫെയർ പ്രവർത്തനം നടത്തേണ്ടത്. വസ്ത്രം അങ്ങോട്ട് കയറ്റി അയക്കുക. ഇതിന് നിങ്ങളുടെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഉടുതുണി ഇല്ലാതെ നടക്കുക. അപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിലും കുറെ കുട്ടികളുണ്ട് വസ്ത്രം വാങ്ങാൻ പൈസ ഇല്ലാത്തവർ അല്ലേ? എന്താ ഒരു ഹദീസ ഓതുക. ഒരു സുഹൃത്ത് ഒരു പള്ളിയിൽ പോകുന്നുണ്ട് ഒരു ദിവസം, രാവിലെ ഒരു കോളർലെസ് ബനിയനും ഒരു ബർമുടിയും. എങ്ങനെ ഇവന് പഠിച്ചവന്റെ മുന്നിൽ പോയി നിൽക്കുക? മുട്ടിന് താഴെ 1 ഇഞ്ച് മാത്രം താഴെയുള്ള ഒരു ഡ്രസ്, ഒരു ട്രൗസർ ഇട്ടിട്ട് ഒരു കോളർലെസ് ബനിയൻ. അതിനിപ്പോ ഹദീസ് ഓതുക. മുട്ട് പൊക്കിളിനിടയിലുള്ള ഔറത്തൊക്കെ മറിഞ്ഞിട്ടുണ്ട്, പിന്നെ എന്താണ്? ഇല്ല. ഖുർആൻ സൂറത്ത് അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. യാ ബനി ആദമ ഖുദൂ സീനതക്കും ഇൻദ കുല്ലി മസ്ജിദിൻ. ആദമിന്റെ സന്തതികളെ, നിങ്ങൾ എല്ലാ നമസ്കാര വേളകളിലും ഭംഗി നിലനിർത്തണം. ഏറ്റവും മാന്യമായ വേഷം ധരിച്ചുകൊണ്ടാവണം പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരേണ്ടത്. എന്തിനു വരേണ്ടത്? പലരുടെയും നിക്കാരമാണ്, നിക്കുക ഇരിക്കുക. നിസ്കാരം വേറെ നിക്കാരം വേറെ, രണ്ടും നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിസ്കരിക്കുന്നവരുമുണ്ട്, നിക്കരിക്കുന്നവരുമുണ്ട്. നിൽക്കുക ഇരിക്കുക എന്നൊരു എക്സസൈസ് പ്രവർത്തനമുണ്ട്. അള്ളാഹു പറഞ്ഞു ഖുദൂ സീനതക്കും ഇൻദ കുല്ലി മസ്ജിദിൻ. എല്ലാ നമസ്കാര വേളകളിൽ നിങ്ങൾ ഭംഗി നിലനിർത്തണം. ഏറ്റവും നല്ല വേഷം ധരിച്ചുകൊണ്ട് മാത്രമേ പള്ളിയിലേക്ക് നമസ്കാരത്തിന് വരാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് സുബ്ഹിക്ക് മലപ്പുറം കാക്ക വരുന്ന മാതിരി പണ്ട് 921 വാങ്ങിയ പച്ചയും ചുമപ്പ് ലുങ്കിയിൽ കൊടുത്തിട്ട് ചില ആൾ വരുത്തുന്നുണ്ട് പള്ളിയിൽ. ഫ്ലവർ ലുങ്കി പണ്ട് ആദ്യമായിട്ട് ഗൾഫിൽ പോയിട്ട് കൊണ്ടുവന്ന സാധനം, അത് കീറിയിട്ടില്ലെങ്കിൽ അതും കൂടെ കൊടുത്തിട്ടാ വരിക. കൂട്ടത്തിൽ എല്ലാം വിങ്ങി പൊട്ടുന്ന ഒരു ടൈറ്റ് ബനിയൻ ഇട്ടിട്ട് ബനിയനെ മുപ്പത് വന്നിട്ട് അല്ലാഹു പറ്റൂല. അതിനിടെ സാന്ദർഭികമായി പറഞ്ഞെന്നുള്ളൂ. അപ്പം വ്യഭിചാരം ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. വൻപാപങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി വ്യഭിചാരത്തെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു
قال أنه قال قلت يا رسول الله أي ذنب أعظم قال أن تدعو لله ندا وهو خلقك നീ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കലാണ് നിന്നെ അവൻ സൃഷ്ടിച്ചവനായിരിക്കെ സുമ്മ അയ്യുൻ കാല അൻ തഖത്തുല വലദക ഹശീത യുതിമ മഅക നിന്റെ കൂടെ നിന്റെ സന്താനങ്ങൾ ഭക്ഷണം കഴിക്കുമെന്ന ഭയത്താൽ ആ സന്താനത്തെ നീ കൊലപ്പെടുത്തലാകുന്നു ഖുൽതു സുമ്മ അയ്യുൻ കാല അൻ തസ്നി ഹലീലത ജാരിക നിന്റെ അയൽവക്കക്കാരന്റെ ഭാര്യയെ വ്യഭിചരിക്കലാകുന്നു ഫഅൻസലല്ലാഹു തസ്ദീഖ ദാലിക അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സത്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പള്ളികൾ അള്ളാഹുവിനെ മാത്രമുള്ളതാകുന്നു. അള്ളാഹുവിന്റെ കാര്യം മാത്രമേ പള്ളിയിൽ വെച്ച് പറയാൻ പാടുള്ളൂ. ദിക്റുകൾ മാത്രമേ പള്ളിയിൽ വെച്ച് ചൊല്ലാൻ പാടുള്ളൂ. ഭൗതിക കാര്യങ്ങളൊന്നും തന്നെയും പള്ളിയിൽ വെച്ച് ആവാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത ഇലാഹുകളെ വിളിച്ചു പ്രാർത്ഥിക്കുകയോ അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയോ അവരിലേക്കൊരു ഭയപ്പാട് പോലും ഉണ്ടാവാൻ പാടില്ല. മൊയ്‌ദി ശൈഖ് റഹ്മത്തുള്ളാഹിയിലേക്ക് ഒരു കഴിവും ഇപ്പോൾ ഇല്ല എന്ന് ഉച്ചസ്ഥിരം പ്രഖ്യാപിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ അവന്റെ ഹൃദയത്തിൽ ഈമാനുള്ളൂ. ഇനി വേറൊന്ന് ചോദിച്ചാലോ, നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ട് 1400 ചില്ലാനം വർഷമായില്ലേ? ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന് മദീനയിൽ വെച്ച് നമ്മളെ കാണുകയോ നമുക്ക് വല്ല സഹായം ചെയ്യുകയോ ചെയ്യുമെന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ മനസ്സൊന്ന് പതറൂലേ? അല്ലെ? ചോദിക്കുന്ന ആരെ കുറിച്ചാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. ഇതേ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് ഫാത്തിറിലെ 14-ാമത്തെ ആയത്ത് ഓതി പറഞ്ഞു, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമീഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിയുക മിസ്ല ഖബീർ. നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല, കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെയും നിങ്ങൾക്ക് ഉത്തരം നൽകാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു അല്ലാത്ത ഒരു ദൈവേതര വസ്തുവും കേൾക്കുകയോ കാണുകയോ സഹായിക്കുകയോ ചെയ്യുകയില്ല എന്ന് വിശ്വസിക്കലാണ് ഈമാൻ. അള്ളാഹുവിനെ മാത്രമേ അഭൗതികമായ മാർഗത്തിലൂടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി കൊണ്ട് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത ആരെയും ഭയപ്പെടേണ്ടതില്ല. ഖുർആൻ സൂറത്ത് ബഖറയിലും മറ്റധ്യായത്തിലും കാണാൻ സാധിക്കും, ഫലാ തഖ്ശൗഹും വഖ്ശൗനി. അതുകൊണ്ട് നിങ്ങൾ ഓരെ പേടിക്കേണ്ടതോ, അല്ലാഹു അല്ലാത്ത ദൈവേതര വസ്തുക്കൾ നിങ്ങൾ പേടിക്കേണ്ടതില്ല. വഖ്ശൗനി, നിങ്ങൾ എന്നെ ഭയപ്പെട്ടാൽ മതി. ആ തത്വത്തിലേക്ക് നമ്മൾക്ക് മടങ്ങാൻ സാധിക്കണം. അള്ളാഹു ഉണ്ട്, എന്തിനും അള്ളാഹു മതി എന്ന ബോധം ഒരുത്തിനുണ്ടെങ്കിൽ ആര് ചിലപ്പോൾ നമ്മളെ ആരെയും ശപിച്ചു എന്ന് കരുതുക. ശപിക്കാൻ പാടില്ല. നീ നശിച്ചു പോകട്ടെ, ആയിക്കോട്ട്. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ എങ്ങനെയാവും? നടക്കുവോ? പിന്നെ ബേജാറാവല്ലേ നടക്കുമ്പോ? നശിച്ചു പോവോ, നശിച്ചു പോവോ? ഓനിങ്ങനെ പറഞ്ഞിട്ട് നശിച്ചു പോവോ, നശിച്ചോ? നീ പൊയ്ത്തിട്ട് ചത്തോട്ടെ. ചില പെണ്ണുങ്ങളൊക്കെ അറിയാറില്ലേ, പിന്നെ മരിക്കുന്നത് വരെ ഈ പൊയ്ത്തിട്ട് ചാവുമോ? ഇത് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലേ അത് നടക്കുള്ളൂ. ഒരാളുടെ ശാപം കാരണത്താലോ ഒരാളുടെ വാക്ക് കാരണത്താലോ ഒന്നും നടക്കുന്നതല്ല, മറിച്ച് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അടുത്തൊരു വിഷയം, വല്ലദീന ലാ യശ്ഹദൂന സൂർ വഇദാ മർറൂ ബിൽ ലഗ്വി മർറൂ കിറാമ. അനാവശ്യങ്ങൾക്ക്, കളവിനോ മോശമായ തോന്നിവാസത്തിനോ സാക്ഷിയാവാത്തവരുമായിരിക്കും എന്നുള്ളതാണ്. അതായത് സിനിമ, സംഗീതം, സീരിയല്, അതുപോലെ വേറെന്തെങ്കിലും ഉടുത്ത വസ്ത്രമില്ലാതെ നടക്കുന്ന വിഷയങ്ങൾ, അതുപോലെ കള്ള എന്തെങ്കിലും ഗൂഢമായ ഏർപ്പാടുകൾ, അതുപോലെ മറ്റെന്തെങ്കിലും തോന്നിവാസ പ്രവർത്തനങ്ങൾ, മദ്യപാനം, ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾക്കൊന്നും സാക്ഷിയാവാത്തവരായിരിക്കും ഈ സത്യവിശ്വാസികൾ, അള്ളാഹുവിന്റെ അടിയാന്മാർ. അങ്ങനെ അത്തരം തോന്നിവാസ പ്രവൃത്തികൾ നടക്കുന്ന സ്ഥലത്തുകൂടെയാണ് നടന്നു പോകുന്നതെങ്കിൽ വൈദാ മർറൂ ബിൽ ലഗ്വി മർറൂ കിറാമ, അവർ പോകുമ്പോൾ മാന്യന്മാരായ നിലയിൽ കൂടെ നടന്നു പോകും. ഒരു കണ്ടിട്ടേ ഇല്ല, ഓർക്ക് പറ്റാത്ത പണി. ചില വായി നോക്കികളുണ്ട് അങ്ങാടിയിൽ. ആരെങ്കിലും 4 ആൾ ഒച്ചിട്ടാൽ അയിമക്കൊടുപ്പ് ഇങ്ങനെ വെക്കുമോ? ഇല്ല. ആരെങ്കിലും 2 ആൾ കൂട്ടം കൂടിയാൽ ചിലപ്പം ഈ റോൾഡ് വിൽക്കുന്ന ആളുകളൊക്കെ പണ്ട് കാണാൻ സാറോട് ഇങ്ങനെ ഉരച്ചിട്ട് ബോ ഒച്ചിട്ട് വന്ന് അവിടെയും കൂടെ പോയി നിൽക്കും, വായി നോക്കിയിട്ട് 10 ആൾ. പാമ്പിനെ പെട്ടിയിലിട്ടിട്ട് ഇങ്ങനെ വന്ന് അവിടെ വെക്കും. കുറെ ആൾ കൂടുന്നത് വരെ ഇവന്റെ വയലായിരിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ മതപ്രബോധനം ഉണ്ട് എന്ന് കേട്ട് അവിടെ പോയി നിൽക്കൂല. ഇവിടെ ഇപ്പൊ 45 മിനിറ്റായിട്ടും ഇവൻ പെട്ടിന്ന് പാമ്പിനെ കാണിക്കുന്നില്ലെങ്കിൽ ഓനെ ചീത്ത വരും. ഒരു കുറെ നേരം കത്തിക്കുന്നു, നീ എന്താ തുറക്കാത്തത്? അവിടെയും പോയി വായ നോക്കി നിൽക്കും. അപ്പൊ ഒരു അനാവശ്യത്തിനും
ഒന്നിനും വായ നോക്കി നിൽക്കുകയോ ഒരു അനാവശ്യത്തിനും സാക്ഷിയാവുകയോ ചെയ്യാത്തവരായിരിക്കും അള്ളാഹുവിന്റെ പരമകാരുണ്യകന്റെ അടിയാന്മാർ. വല്ലദീന ലാ യശ്ഹദൂന സൂർ വൈദാ മർറൂ ബിൽ ലഗ്വി മർറൂ കിറാമ. ഞാൻ ചുരുക്കി പറയാം, സമയം ഇങ്ങനെ അതിക്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ ഇരുന്ന് തരുന്നോണ്ടായിരിക്കും ഞാനിത് നിർത്താത്തതെന്ന്. ഒരിക്കലല്ല, നിങ്ങൾ എപ്പോൾ നിർത്താൻ പറയുന്നത് ഞാൻ നിർത്തും, ഒരു സംശയമൊന്നുമില്ല. ആ വിഷയം ഒന്ന് എളുപ്പത്തിൽ പൂർത്തീകരിച്ചോട്ട് എന്ന് കണക്കാക്കിയിട്ടാണ്. വല്ലദീന ലാ യശ്ഹദൂന സൂറ വൈദാ മർറൂ ബിൽ ലഗ്വി മർറൂ കിറാമ. അടുത്ത വിഷയം വല്ലദീന ഇദാ ദുകിറൂ ബി ആയാതി റബ്ബിഹിം ലം യഖറൂ അലൈഹാ സുമ്മൻ വ ഉമ്യാന. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെടുന്നതായാൽ അന്ധന്മാരും ബധിരന്മാരുമായിക്കൊണ്ട് അവർ അതിൽ വീഴുകയില്ല. അതായത് ചേതനയുള്ള ശരീരത്തോടു കൂടി ദൃഷ്ടാന്തങ്ങളെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ അവർ സുജൂദ് ചെയ്യുകയുള്ളൂ. അതിനിടയിൽ ഒരു സുകാര്യം, നിങ്ങൾ ഉത്തരവും പറയൊന്നും വേണ്ട. സാധാരണ വെള്ളിയാഴ്ചകളിൽ ഇവിടെ സജ്ജദ പാരായണം ചെയ്താൽ തിലാവത്തിന്റെ സുജൂദ് ഉണ്ടാവുമല്ലോ, പാരായണത്തിന്റെ സുജൂദ്. ആ സുജൂദിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അറിയുന്നവർ എത്രയുണ്ട് എന്ന് കൈബന്ധിക്കണ്ട, തലയാട്ടണ്ട, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചാൽ മതി. തിലാവത്തിന്റെ സുജൂദിൽ പ്രാർത്ഥിക്കണം ഇല്ല. സജ്ജദ വജിഹലില്ലദി ഖലഖഹു വസവ്വറഹു വശക്ക സബ്അഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. 3 തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബസറ ചേർത്തത് ഇല്ലാത്തതുണ്ട്, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ ഇല്ലാത്തതും കൊണ്ട് 3 വ്യത്യസ്ത രൂപത്തിൽ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതറിയുന്ന ആളുകൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഈ വെള്ളിയാഴ്ച സൂറത്ത് സജ്ജദ പാരായണം ചെയ്യുമ്പോൾ അതിൽ തൊട്ടടുത്ത് വിശദീകരിച്ചത് എന്താ? ഫദൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമിക്കും ഹാദാ ഇന്നാ നസീനാകും വദൂഖൂ അദാബൽ ഖുൽദി ബിമാ കുൻതും തഅമലൂൻ ഇന്നമാ യുഅ്മിനു ബിആയാതിനാ അല്ലദീന ഇദാ ദുകിറു ബിഹാ ഖറൂ സുജ്ജദൻ വസബ്ബഹു ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൽപ്പിക്കപ്പെടുന്നതായാൽ അല്ലാഹുവിന് സ്തോത്രകീർത്തനങ്ങൾ നടത്തിക്കൊണ്ട് സുജൂദിൽ വീഴുന്നവരായിരിക്കും പരമകാരുണ്യകന്റെ അടിയാന്മാർ. അപ്പൊ ഇതിന് ഈ സ്തോത്രകീർത്തനം നടത്തണമെങ്കിൽ ഈ പ്രാർത്ഥന പഠിക്കണ്ടേ? റമളാൻ മാസം എന്തായാലും പണി കുറയും അല്ലേ? കുറെ ദിക്റുകളും പ്രാർത്ഥനകളും നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. കുറെ ദിക്റുകളും പ്രാർത്ഥനകളും അതിൽ പെട്ട ഒന്നാണ് നമ്മളിപ്പോൾ ഖുർആൻ പാരായണം ചെയ്യും. ഒരു ആവർത്തി ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും 13 14 സ്ഥലത്ത് ഖുർആനിൽ തിലാവത്തിന്റെ സുജൂദിന്റെ അടയാളങ്ങളുണ്ട് അല്ലെ? അത് പ്രിന്റ് ചെയ്യുന്ന കൂട്ടർക്ക് തെറ്റിപ്പോയതൊന്നല്ലല്ലോ. ഒരു വര, ഒരു ഇതെന്തിന് വീട് വരയുണ്ട്, കുറച്ചപ്പുറം നോക്കി അവിടെ ഒരു വരയുണ്ട്, എന്താ പ്ലേറ്റ് ശരിയില്ലായിട്ടായിരിക്കും എന്നും നമ്മൾ വിചാരിക്കേണ്ടതില്ല. പ്ലേറ്റൊക്കെ വളരെ ശരിയാ. പക്ഷെ അതിൽ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടയാളപ്പെടുത്തി തന്നതാണ്. ആ ഭാഗത്തെത്തിയാൽ ആയത്ത് പൂർത്തിയാക്കുകയും സുജൂദ് ചെയ്യുകയും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഒരു കൂലി കിട്ടാൻ സജ്ജദ വജ്ഹിലില്ലദി ഖലഖഹു വസവ്വറഹു വശക്ക സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് പ്രാർത്ഥിക്കാൻ. ഇങ്ങനെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ കഴിഞ്ഞുപോയ സമൂഹത്തിന്റെ ശിക്ഷാ നടപടികളെ കുറിച്ചോ ഖുർആനിൽ പ്രതിപാദിക്കുന്ന സ്ഥലത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ഈ അടയാളങ്ങൾ വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യുവാൻ സ്വഹാബാക്കളുടെ ചരിത്രം വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സ്വഹാബി പള്ളിയിൽ വെച്ച് ഇത്തരം സുജൂദ് ചെയ്ത് കണ്ടാൽ അടുത്തുള്ള സ്വഹാബിയെ സുജൂദ് ചെയ്യും. അവർ അത്രമാത്രം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെ ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. സജ്ജദയിൽ ആയത്ത് തന്നെ പറയുന്നത് ഇന്നമാ യുഅ്മിനു എന്നുള്ളതാണ്. അറബി അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഇന്നമാ ചേർത്താൽ യുഅ്മിനു എന്ന് പറഞ്ഞാൽ ആ താഴെ പറയുന്ന കാര്യങ്ങൾ ഉള്ളവർ മാത്രമേ വിശ്വാസികളാവുള്ളൂ. ഇന്നമാ യുഅ്മിനു, നിശ്ചയമായും വിശ്വസിക്കുന്നുള്ളൂ ഇവർ മാത്രം. ആര്? അല്ലദീന ഇദാ ദുകിറു ബിഹാ, അവർക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون. അവർ സുജൂദിലേക്ക് വീഴുകയും സ്തോത്രകീർത്തനം നടത്തുകയും അഹംഭാവം നടിക്കാതിരിക്കുകയും ചെയ്യുന്നവരായിരിക്കും. ഇവർ മാത്രമേ വിശ്വാസികളാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഗുണഗണങ്ങൾ നമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കുക. ഞാൻ നേരത്തെ തുടക്കത്തിൽ ഒരു വിഷയം പറയാൻ വിട്ടുപോയി എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ.
വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ എന്നൊരായത്ത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അത് രാത്രി കാലങ്ങളിൽ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും അള്ളാഹുവിനെ സ്തോത്രകീർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ചെലവഴിക്കുന്നവരായിരിക്കും രാത്രി കാലങ്ങളിൽ. ഇപ്പൊ നമ്മളിപ്പോൾ റമദാൻ ആയതുകൊണ്ട് 11 റക്അത്ത് മിക്കവാറും മിക്ക ആളുകളും രാത്രി നമസ്കാരം നിർവഹിക്കാറുണ്ട്. റമദാൻ മാസം കഴിഞ്ഞാൽ പലരുടെയും രീതി പരിശോധിച്ച് നോക്കിയാൽ ഒഴിവാക്കേണ്ടത് സുബഹി ജമാഅത്താണ്, ഇല്ല ഒഴിവാക്കേണ്ടത് മറ്റു പല ഭക്തരുടെ ജമാഅത്താണ് എന്നാണ് ആളുകളുടെ ജീവിതശൈലി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുക. പിന്നെ ഈ നമസ്കാരവും വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ ആദ്യ ഭാഗത്ത് പറയേണ്ടതാണ്, വിട്ടുപോയതാണ്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും രാത്രി കഴിച്ചു കൂട്ടുന്നവരായിരിക്കും. എത്ര ആളുകൾ ഉണ്ടാവും ഈ ശഅബാൻ മാസത്തിൽ തഹജ്ജുദ് നമസ്കരിച്ചവർ? വിശ്വാസികളെ കുറിച്ച് സൂറത്തു അദ്ദാരിയാത്തിലെ 17-18 ആയത്തുകൾ പരിശോധിച്ച് നോക്കിയാൽ കാനോ ഖലീലമ്മാ യഹ്ജഊൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ അവർ രാത്രിയിൽ കുറച്ചേ ഉറങ്ങുള്ളൂ. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നവരായിരിക്കും നമ്മളെ പോലെ. ഇപ്പോ റമദാനിന് മുന്നേ പലരും അലാറം വെച്ചിട്ടൊക്കെ തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കുന്നുണ്ട്. തന്നെ എന്തിനാ എണീറ്റ്? നിങ്ങളെല്ലാം സാധാരണക്കാർ റമദാനിന് മുമ്പേ കളി തുടങ്ങുന്ന സമയത്ത് അല്ലെ അലാറം വെച്ചിട്ട് എഴുന്നേൽക്കുക. എത്ര മനുഷ്യന്മാരുണ്ടാവും സ്വബഹി ജമാഅത്തിന് ആ കളി കാണുന്നവരെ കൃത്യമായി പങ്കെടുക്കുന്നവർ. രാത്രി നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് രാത്രി ചെലവഴിക്കുന്നവർ. മഹാനായ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു അദ്ദേഹത്തിന് നമുക്ക് നൽകിയതുപോലെയൊന്നും സമ്പത്ത് നൽകി അനുഗ്രഹിച്ചിട്ടില്ല, മറിച്ച് അള്ളാഹു ഏറ്റവും നല്ലൊരു പദവിയിൽ അള്ളാഹു അദ്ദേഹത്തിച്ചു. രാത്രി നമസ്കാരം ദീർഘനേരം നിന്ന് നമസ്കരിച്ചുകൊണ്ട് കാലിന് നീര് കെട്ടുവോളം പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുമ്പോൾ ആയിഷ ബീവിയുടെ കൈയൊന്ന് തട്ടി കാലിന് ആയിഷ ബീവി ചോദിച്ചു, പ്രവാചകരെ കഴിഞ്ഞുപോയ പാപങ്ങളും വരാനിരിക്കുന്നതും ഒക്കെ പുറത്തു നൽകപ്പെട്ട അങ്ങ് ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അഫല അകൂന അബ്ദൻ ശകൂറ ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ. നമ്മൾ എത്രയും അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നത്. എത്ര അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയത്. ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായി എത്രമാത്രം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകി. സൂറത്ത് ഇബ്രാഹിമിലെ ആയത്ത് കാണാം, വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാറുൻ മനുഷ്യൻ ആവശ്യമുള്ളതെല്ലാം അള്ളാഹു നൽകിയിട്ടുണ്ട്. വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തി കണക്കാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കതിന് സാധിക്കുമോ? അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ വ്യക്തി ജീവിതമാവട്ടെ, കുടുംബമാവട്ടെ, സന്താനങ്ങളാവട്ടെ, മാതാപിതാക്കളാകട്ടെ, അടുത്ത ബന്ധുക്കളാകട്ടെ, കുടുംബത്തോടൊപ്പം കഴിയേണ്ട രൂപമാകട്ടെ, ആരോഗ്യമാവട്ടെ, എന്തെല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിച്ചു. എത്രയാണ് നമ്മൾ നന്ദി ചെയ്യുന്നത് പടച്ചവന്? നമ്മൾ ഇബാദുർ റഹ്മാനിൽ പെടുമോ? പരമകാരുണ്യകന്റെ യഥാർത്ഥ അടിയാന്മാരിൽ നമ്മൾ പെടുമോ? രാത്രികാലങ്ങളിൽ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും നമ്മൾ ചെലവഴിക്കുമോ? അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എപ്പോഴെങ്കിലും കരയാൻ സാധിച്ചിട്ടുണ്ടോ? കണ്ണുനീരൊഴിക്കാൻ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരികയും എൻ്റെ അടിമയിൽ ആരെങ്കിലും ഉണ്ടോ അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നവൻ, എൻ്റെ അടിമയിൽ ആരെങ്കിലും ഉണ്ടോ എന്നോട് പാപമോചനം തേടുന്നവൻ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നേരെയില്ലാത്ത നേരം പടച്ചോനെ നീ ഇറങ്ങി വന്നിട്ട് ചോദിക്കുക, നമ്മളെല്ലാം ഉണർന്നിരിക്കുന്ന സമയത്ത് നീ ഒന്ന് വാ, അന്നേരം ചോദിച്ച് കാണിച്ചു തരാം. തന്നെ നമ്മൾ സാധാരണഗതിയിൽ മുസ്ലിമായിട്ട് ഇങ്ങനെ മുസ്ലിമായി പ്രത്യേകിച്ച് ഒരു ഏകദൈവാരാധകനായിട്ട് അള്ളാഹു നമ്മെ ഈ മാർഗത്തിലേക്ക് തെരഞ്ഞെടുത്തതെങ്കിൽ നമുക്ക് സുജൂദിൽ നിന്ന് അന്ത്യനാൾ വരെ നമുക്ക് ആയുസ് ലഭിച്ചെങ്കിൽ ആ സുജൂദിൽ നിന്ന് ഉയരാൻ പറ്റാത്ത അത്ര ഹിദായത്താണ് അള്ളാഹു നമുക്ക് നൽകിയത്. ഈ ഏകദൈവാരാധനയിൽ സമ്മേളിക്കുക എന്നുള്ളത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിൽ സമ്മേളിക്കുക എന്നുള്ളത് പരലോകത്തെത്തിയാൽ അറിയാം. ഈ ആശയത്തിലൂടെ അള്ളാഹു നമുക്ക് പരലോകത്തെത്താൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അതിലെത്തിയാൽ നമുക്കറിയാം, അവിടെ വെച്ചറിയാം അതിൻ്റെ വില, അവിടെ വെച്ചറിയാം അതിൻ്റെ വില. ഏകദൈവാരാധനയുടെ വിലയെന്ത്, ഹിദായത്തിന്റെ വിലയെന്ത് ഒക്കെ പരലോകത്ത് വെച്ചറിയാം. ഇവിടെ നമുക്കറിയില്ലല്ലോ. ഒരു വലിയ ആനക്ക് ആനന്റെ വലുപ്പം അറിയില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു വിശ്വാസിക്ക് ഹിദായത്ത് ലഭിച്ചാൽ, സിർക്കില്ലാത്ത ജീവിതം നയിക്കാൻ വേണ്ടി ഒരു വിശ്വാസിക്ക് സാധിച്ചാൽ അവൻ അതിന്റെ വിലയെപ്പറ്റി ബോധവാനല്ല. അതുകൊണ്ട് ചുരുക്കുക, ആലോചിക്കുക, ഈ വിശേഷണങ്ങളിൽ നമ്മൾ പെട്ടിട്ടുണ്ട് എന്ന്.
ശിർക്ക് ചെയ്യാത്ത, കിബറില്ലാത്ത, മറ്റുള്ളവരോട് അലിവ് തോന്നുന്ന ഒരു സ്വഭാവ പ്രകൃതമായി നമുക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇസ്രാഫില്ലാത്ത, പിശുക്കില്ലാത്ത സമ്പത്തിന്റെ ഉടമയാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നരകത്തെ ഓർത്തുകൊണ്ട് സദാ ഭയപ്പെടുന്ന, നരകമെന്ന് കേട്ടാൽ ഞെട്ടുന്ന, സ്വർഗത്തെക്കുറിച്ച് പ്രത്യാശ പ്രകടിപ്പിക്കുന്ന മനസ്സിന്റെ ഉടമയാവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സഹോദരൻ രോഗിയായി കിടക്കുമ്പോൾ സന്ദർശിക്കാൻ ചെന്ന് ചോദിച്ചു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എങ്ങനെയുണ്ടോ നിനക്ക്? എനിക്ക് അള്ളാഹുവിനെ കുറിച്ച് പ്രതീക്ഷയുണ്ട്, എൻ്റെ പാപങ്ങളെ കുറിച്ച് ആശങ്കയുണ്ട്. എന്താ പറഞ്ഞ്? എനിക്ക് അള്ളാഹുവിനെ കുറിച്ച് പ്രതീക്ഷയുണ്ട്, എൻ്റെ പാപങ്ങളെ കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. നബി പറഞ്ഞു, ഇത് രണ്ടും ഒരുത്തൻ അവസാന കാലഘട്ടത്തിൽ ഒരുമിച്ച് വന്നാൽ അവൻ ആഗ്രഹിക്കുന്നത് സ്വർഗം അവന് ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാന ഘട്ടത്തിൽ പാപങ്ങളെ കുറിച്ച് ആശങ്ക ഉണ്ടാകുമ്പോൾ തൗബ ചെയ്ത് മടങ്ങാനും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ടാകുമ്പോൾ എൻ്റെ റബ്ബ് എന്നെ കൈവിടുകയില്ല, എൻ്റെ റബ്ബ് എനിക്ക് സ്വർഗം നൽകും, എൻ്റെ റബ്ബ് നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കും, എൻ്റെ പാപമോചനം അള്ളാഹു സ്വീകരിക്കും, എൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കും എന്ന ചിന്തയോടുകൂടി അവസാന നാൾ കഴിച്ചു കൂട്ടുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സൂക്ഷിക്കുക, ഇത് നൈമിഷികമാണ്, ഇത് വളരെ നൈമിഷികമാണ്. സ്വഹാബത്തിനോട് ഉണർത്തിയ ആയത്തുകളൊക്കെ ഖുർആനിലുണ്ട്, വലിച്ചു നീട്ടുന്നില്ല. പരമകാരുണികന്റെ അടിയാന്മാരായിത്തീരണമെങ്കിൽ ധാരാളം പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും. ഇപ്പറഞ്ഞ ഗുണവിശേഷണങ്ങൾ സൂറത്തു ഫുർഖാനിലെ 65 മുതൽ 63 മുതൽ 76 വരെയുള്ള അമാനി മൗലവി റഹ്മയുടെ തഫ്സീർ തന്നെയും ഒന്ന് വായിച്ചു നോക്കാൻ ശ്രമിക്കുക. അതിൽ നമ്മൾ പെടുമോ? ഇബാദുർ റഹ്മാനിൽ നമ്മൾ പെടുമോ? ഈ പറഞ്ഞ ഗുണവിശേഷണങ്ങൾ ഏതെങ്കിലും ഒന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഏതെങ്കിലും ഒന്നുകിൽ രാത്രി എഴുന്നേറ്റ് നിൽക്കുന്ന പ്രകൃതം, ഇസ്രാഫില്ലാതെ ജീവിക്കുന്നത്, പിശുക്കില്ലാതെ ജീവിക്കുന്നത്, ശിർക്ക് ചെയ്യാത്തത്, ഗർവില്ലാത്തത്, ഇങ്ങനെ അള്ളാഹു വിശേഷിപ്പിച്ച വിശേഷണങ്ങൾ നമ്മിൽ ഒത്തുവന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കുക. ജീവിതം നൈമിഷികമാണെന്ന് ആവർത്തിച്ച് പറയുന്നു. പത്രമാധ്യമങ്ങളിലൂടെയും മറ്റു മേഖലകളിലൂടെയും നമ്മിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങളും പരീക്ഷണങ്ങളും വിശ്വാസിയുടെ കണ്ണു തുറപ്പിക്കുവാൻ വേണ്ടിയാകുന്നു എന്ന് ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 67-ാമത്തെ അധ്യായം സൂറത്ത് മുൽക്കിലെ 2-ാമത്തെ ആയത്തിൽ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി അമലുകൾ ചെയ്യുക എന്ന് നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ലോകത്ത് മരണം നടക്കുന്നു, പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസി അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്, തന്റെ ജീവിതം നന്നാക്കി തീർക്കേണ്ടവരാണ്, കഴിഞ്ഞുപോയ പാപങ്ങളെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ടവരാണ്, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കേണ്ടവരാണ് സത്യവിശ്വാസി. റബ്ബിന്റെ എല്ലാ പാപങ്ങളും പുറത്തു തരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രത്യാശ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുവാനുള്ള വിധേയപ്പെട്ട മനസ്സിന്റെ ഉടമകളായി തീരുവാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങളും അപാകതകളും അള്ളാഹു നമുക്ക് ഇവർക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷിക്കുന്ന കാലഘട്ടങ്ങളിൽ അബദ്ധങ്ങളില്ലാത്ത ജീവിതം നയിക്കുവാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങളെയും പാപങ്ങളെയും കുറ്റങ്ങളെയും ചൊല്ലി അള്ളാഹു നമ്മെ ശിക്ഷിക്കാതിരിക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസ് കൊണ്ട് സന്തോഷം അറിയിക്കുന്ന സൂക്ഷ്മാലുക്കളിൽ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോകുമ്പോൾ കലിമ ചൊല്ലി മരിക്കുവാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് അള്ളാഹു നൽകിയ സന്താനങ്ങളെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളാക്കി വളർത്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സാന്നിധ്യത്തിലും നമ്മുടെ അഭാവത്തിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മുത്തഖീങ്ങളായ സന്താനങ്ങളായി അള്ളാഹു നമ്മുടെ മക്കളെ വളർത്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് പോകുന്ന സൂക്ഷ്മാലുക്കളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആന് സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ഒരു തരത്തിലും അത് രണ്ടും ബലികഴിക്കാതെ ജീവിതം ആദ്യാവസാനം ജീവിക്കുവാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഏതു പരീക്ഷണ ഘട്ടങ്ങളിലും റബ്ബിനെ ഓർത്തുകൊണ്ട് ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള മഹാവിശാലത നമ്മുടെ ഹൃദയത്തിന് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ റബ്ബനാ ഗഫിർ ലനാ വർഹംനാ വലിവാലിദൈനാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ റബ്ബനാ ഗഫിർ ലനാ വലിഇഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين فانصرنا يا خير الناصرين وارحمنا بأنواع رحمتك يا أرحم الراحمين اللهم صل على محمد وعلى آل محمد.